മുണ്ടക്യോപനിഷത്ത് കാരിക 23. അകാരോ നയതേ വിശ്വം കാരശ്ചാവിചൈതൈജസം മകാരശ്ച പുനഃപ്രാജ്ഞം നാമാത്രേ വിദ്യത്തെ ഗതി യഥോക്തേ ഹി സാമാന്യൈരാത്മപാദാനാം മാത്രാഭിസഹ ഏകത്വം കൃത്വാ യഥോക്തോങ്കാരം പ്രതിപദ്യ യോധ്യായതി തം അകാരോ നയതേ വിശ്വം പ്രാപയതി. അകാരാലംബനം ഓങ്കാരം വിദ്വാൻ വൈശ്വാനരോ ഭവതി ഇത്യർത്ഥഃ. യഥോക്തൈ സാമാന്യൈ. ഇവിടെ അകാര ഉകാര മകാരങ്ങൾക്ക് വിശ്വ തൈജസ പ്രാജ്ഞന്മാരുമായിട്ടുള്ള സാമാന്യത്തെ പറഞ്ഞു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ സാദൃശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മപാദാനാം മാത്രാഭിസഹ ഏകത്വം കൃത്വ, ആത്മപാദങ്ങളെയും മാത്രകളെയും, ആത്മാവിന്റെ ഈ അവസ്ഥകളിലുള്ള ചൈതന്യം വിശ്വതൈജസ പ്രാജ്ഞന്മാരെയും മാത്രകളുമായി ഏകത്വം കൊടുത്തു, അതിനെ ഒന്നാക്കി. പാദ മാത്ര, മാത്രാശ്ച പാദ എന്ന് മുമ്പ് പറഞ്ഞു. പാദങ്ങളും മാത്രങ്ങളും ഒന്നാണെന്ന് ധരിച്ച് യഥോക്തം ഓങ്കാരം പ്രതിപദ്യ, അങ്ങനെ ഓങ്കാരത്തെ ഗ്രഹിച്ചുകൊണ്ട്, ഓങ്കാരത്തിൽ അകാര ഉകാര മകാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യോധ്യായതി, ആരാണോ ധ്യാനിക്കുന്നത്. അപ്പോൾ ഓങ്കാരധ്യാനത്തെക്കുറിച്ച് ഇതുവരെ വിശദീകരിച്ച ഓങ്കാരധ്യാനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ധ്യാനിക്കുന്നവനെ തം അകാരോ നയതേ വിശ്വം പ്രാപയതി, അകാരം അവനെ വിശ്വനിലെത്തിക്കുന്നു. അകാരം എന്ന ഓങ്കാരമാത്രയിലൂടെ അവൻ വിശ്വനിലെത്തിച്ചേരുന്നു. വിശ്വൻ എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്നവനാണ്. ഉണർന്നിരിക്കുന്നവനെ നമ്മൾ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് അകാരത്തിന്റെ സഹായം ആവശ്യമില്ല. വിശ്വനെന്ന് പറയുന്നിടത്ത് അവിടെ വൈശ്വാനരെന്ന് മനസ്സിലാക്കണം. അതാണ് അകാരാലംബനം ഓങ്കാരം വിദ്വാൻ വൈശ്വാനരോ ഭവതി. അകാരത്തിന് പ്രാധാന്യം കൊടുത്തു അകാരാലംബനമായിരിക്കുന്ന ഓങ്കാരം, ആ ഓങ്കാരത്തെ ഉപാസിക്കുന്നവൻ, അകാരത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? വൈശ്വാനരോ ഭവതി. അവൻ ആ വൈശ്വാനര ഭാവത്തെ പ്രാപിക്കുന്നു എന്നത്. അതിന് അകാരം അവനെ സഹായിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. ഈ വൈശ്വാനര ഭാവത്തെ ഇതിലേക്ക് അകാരം നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് നയിക്കുന്നത്? ധ്യാനിക്കുന്നവരെ. ധ്യാനിക്കുന്നത് ജീവനാണ്. മനസ്സെന്ന് പറയുന്ന ഉപാധിയെ ആശ്രയിച്ചിരിക്കുന്ന ജീവൻ, ആ ജീവനാണ് ധ്യാനിക്കുന്നത്. ആ ജീവൻ വൈശ്വാനനെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ പ്രാപിക്കുന്നതിനുള്ള ഉപായം ഓങ്കാരമാണ്. ആ ഓങ്കാരം എങ്ങനെ? മനസ്സെന്ന് പറയുന്ന അതാണ് അവിടുത്തെ മാധ്യമം. അതിലൂടെ ആ ജീവൻ വൈശ്വാനര ഭാവത്തെ പ്രാപിക്കുന്നു. ഇപ്പോൾ ജീവന് അനുഭവമുള്ളത് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിശ്വൻ എന്നുള്ള ഈ ഭാവം മാത്രമാണ്. അതിനാണ് താനായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറിച്ച് താൻ വൈശ്വാനരനാണ് എന്നൊരു ഭാവം ഈ ധ്യാനിക്കുന്നവനിൽ വരുന്നു. വിരാട് രൂപത്തിൽ ഇരിക്കുന്ന ചൈതന്യം അത് താൻ തന്നെയാണെന്നറിയുന്നു. അങ്ങനെയാണ് ഓങ്കാരം
ധ്യാനിക്കുന്നവനെ വൈശ്വാനരിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. സാധാരണ തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാവം, ഞാനെന്നുള്ള ഭാവം, ഇങ്ങനെ ഈ ഭാവത്തിൽ നിന്നും ഇതിന്റെ പരമാർത്ഥ ഭാവത്തിലേക്ക് ഈ ജീവനെ കൊണ്ടുപോകുന്നതിനുള്ള ശേഷി ഈ ഓങ്കാരത്തിനുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്നു. അങ്ങനെ നയിക്കുന്നത് ഒരുവൻ ശരിക്കും ഈ ഓങ്കാരധ്യാനത്തിലൂടെ തന്റെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഞാനെന്നുള്ള ഭാവത്തിൽ നിന്നും ഉയർന്നു, അതിന്റെ തന്നെ നമ്മൾ സാധാരണ സമഷ്ടി ഭാവം എന്ന് വിളിക്കുന്നു, ആ വൈശ്വാനര ഭാവത്തിലേക്ക് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ സമാധി എന്ന് പറയുന്നത്. സാധാരണ സമാധിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? പ്രത്യേകിച്ചും യോഗസമാധി. അവിടെ യോഗസമാധി വൃത്തി നിരോധത്തിലൂടെ സംഭവിക്കുന്നതാണ്. വൃത്തി നിരോധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി അതുകൊണ്ട് മറ്റ് വൃത്തികളെല്ലാം നിരോധിക്കുക. യോഗശാസ്ത്രത്തിന്റെ പാതഞ്ജല യോഗശാസ്ത്രം, അതിന്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം തന്നെ വൃത്തി നിരോധമാണ്. പക്ഷെ യോഗം എന്നുള്ള നിലയ്ക്ക് ഇന്ന് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ ആസന പ്രാണായാമങ്ങളാണ് യോഗം എന്ന് പറഞ്ഞ് പ്രചരിച്ചിരിക്കുന്ന ലോകത്ത്. പക്ഷെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൃത്തി നിരോധമാണ്. അപ്പോൾ വൃത്തി നിരോധം എന്നുള്ള ധാരണയിലൂടെയാണ് യോഗത്തെ ശീലിക്കുന്നത്. അതിന്റെ ധാരണ അവിടെ നിന്നാണ് തുടക്കം. മനസ്സിനങ്ങനെ ഇരിക്കുന്നു. ആ വൃത്തി നിരോധത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാം അഷ്ടാംഗങ്ങളും. വൃത്തി നിരോധത്തിന്റെ ഫലം ആണ് അഷ്ടാംഗത്തിൽ വരുന്ന സമാധി. അത് യോഗത്തിന്റെ മാർഗമാണ്. വൃത്തി നിരോധത്തിലൂടെയും സമാധി. അത് വിഭിന്ന ആലംബനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വിഭിന്ന തരത്തിലുള്ള സമാധിയെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അത് പരിശീലിക്കുന്നവർക്ക് അങ്ങനെയുള്ള സമാധി ഉണ്ടാകും. ഇവിടെ വൃത്തി നിരോധം എന്ന് പറയുന്നൊരു സങ്കല്പം ഇവിടെ ഇല്ല. അങ്ങനെയൊരു ധാരണയില്ല. ഫലത്തിൽ വൃത്തി നിരോധം സംഭവിക്കുന്നുണ്ട്. പക്ഷെ വൃത്തി നിരോധമല്ല ഇവിടുത്തെ ധാരണ. വൃത്തി നിരോധത്തെ ആശ്രയിച്ചിട്ടുള്ളതല്ല. ഇവിടെ പറയുന്നത് എന്താണ്? ലയസമാധി എന്നാണ് ഇതിന് പറയുന്നത്. ഏത് ഭാവനയോടുകൂടി ഒരാൾ അഭ്യാസം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലമാണ് ഉണ്ടാകുന്നത്. ധാരണയ്ക്കാണ് പ്രാധാന്യം. ധാരണയിൽ നിന്നാണ് ഫലത്തിൽ വരുന്നത്. അപ്പോൾ വൃത്തി നിരോധം എന്നുള്ള ഒരു ധാരണയിൽ നിന്നും ഒരാൾ സമാധി ശീലിക്കുമ്പോൾ അയാൾക്ക് വൃത്തി നിരോധത്തെ തുടർന്നുള്ള സമാധി വരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ലയചിന്തനം എന്നാണ്. അപ്പൊ ലയചിന്തനത്തിലൂടെ ഇവിടെ സമാധി ഉണ്ടാകും. ഇവിടെ മുഖ്യമായി ആശ്രയിക്കുന്ന എന്താണ്? ശബ്ദത്തെയാണ്. ഓം എന്ന് പറയുന്ന ശബ്ദത്തെയാണ്. അപ്പൊ ശബ്ദത്തെ ആശ്രയിച്ച് മനസ്സ് ഏകാഗ്രപ്പെടുന്നു. ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ഏത് തത്വത്തെയാണോ ഭാവന ചെയ്യുന്നത് ആ തത്വത്തിൽ മനസ്സ് ഏകാഗ്രമായി വരുന്നു. ഏകാഗ്രമായി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭാവന യാഥാർത്ഥ്യമായി വരുന്നു. ഭാവന യാഥാർത്ഥ്യമായി വരുന്നതാണ് സമാധി എന്ന് പറയുന്നത്. ഇവിടെ പ്രാധാന്യം എന്തിനാണ്? ഭാവനയ്ക്കാണ്. അതാണ് ലയചിന്തനം. അതിലൂടെ വരുന്ന ലയസമാധി എന്ന് പറയുന്നത്. ഇവിടെ വൃത്തി നിരോധം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഫലത്തിൽ എങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള ഭാവനയാണ് സഹജമായി ജീവനിലിരിക്കുന്നത്. ഇവിടെ
നയതേ നയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ എവിടെ നിന്ന് നയിക്കുന്നു? ഈ പ്രപഞ്ചഭാവനയിൽ നിന്നും വൈശ്വാനര ഭാവനയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഫലത്തിലെന്ത് വരുന്നു? പ്രപഞ്ചഭാവന ഇല്ലാതാവുന്നു. വൈശ്വാനരൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, വിരാട് എന്ന് പറയുന്ന ഒരു സത്യമാണ്. അപ്പോൾ ആ സത്യത്തെ ഭാവന ചെയ്തിട്ട് മനസ്സ് ആ സത്യത്തോട് ഏകീഭവിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നു എന്താണ്? മനസ്സ് ലയിക്കുന്നു എന്ന് പറയുന്നു. ഫലത്തിൽ എന്ത് വരുന്നു? ഈ വിശ്വൻ അല്ലെങ്കിൽ ഈ മനസ്സിന് സഹജമായിരിക്കുന്ന പ്രപഞ്ചഭാവന അവിടെ ഇല്ലാതാകുന്നു. അതാണ് ഫലത്തിൽ വൃത്തി നിരോധം സംഭവിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ വൃത്തി നിരോധം എന്ന് പറയുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സങ്കല്പം ഇവിടെ ഇല്ല, ലയസമാധിയിലില്ല. ഇവിടെ ചിന്തിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ചല്ലെങ്കിൽ ഭാവനയിലൂടെ അതിൽ എത്തിച്ചേരുക ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ പറയും എന്താണ്? യോഗത്തിൽ പറയും എന്താണ്? വൃത്തിയെ നിരോധിക്കുക എന്ന് പറയും. ഇവിടെ എന്താണ് പറയുന്നത്? വൃത്തിയുടെ തഥാകാര പരിണാമം എന്ന് പറയും. ഭാവന ചെയ്ത് മനസ്സതായിത്തീരുന്നു. ഇവിടെ മനസ്സേതിനെ വിടുന്നു, മനസ്സേതിനെല്ലാം നിരോധിക്കപ്പെടുന്നു എന്നുള്ളതിനൂടെ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ ലയസമാധി എന്ന് പറയുന്നത്. ഒരുവന്റെ ഭാവന കൊണ്ട്, വൈശ്വാനര ഭാവന കൊണ്ട് വൈശ്വാനരാകാരത്തിൽ പരിണമിക്കുന്നു എന്നാണ് മനസ്സ്. മനസ്സാരൂപത്തിലായിത്തീരുന്നു. മനസ്സാരൂപത്തിലായിത്തീരുമ്പോൾ പറയുന്നു എന്താണ്? അവൻ അതിനെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. മനസ്സിന് ഏത് രീതിയിലും നമുക്ക് പരിണമിപ്പിക്കാം. അതിനുള്ള മനസ്സാന്നിധ്യം, മനസ്സിന്റെ ഏകാഗ്രതയുണ്ടെങ്കിൽ. അപ്പോൾ വിരാട് രൂപത്തെ ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്യുമ്പോൾ മനസ്സ് ആ രീതിയിലേക്ക് മാറുന്നു. വിരാട് ഭാവത്തോട് മനസ്സിന് വരുന്ന ലയം, ലയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്? ഏകീഭവനം. മനസ്സിന്റെ ഏകീഭവനമാണ് ഇവിടെ ലയം എന്ന് പറയുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ്? മനസ്സില്ലാതായി പോകുന്നതല്ല, മനസ്സില്ലാതാകുന്നില്ല, മനസ്സിന്റെ ഏകീഭവനം സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ മനസ്സാ വിഷയത്തോട് ഏകീഭവിക്കുന്നു. അപ്പോൾ ആ വിഷയജ്ഞാനം ഉണ്ടാകുന്നു. ഇവിടെ എന്താണ്? ഇവിടെ തന്റെ തന്നെ സ്വരൂപം തന്നെ വിഷയം. പക്ഷെ ആ സ്വരൂപം എന്ന് പറയുന്നത് അത് പരിച്ഛിന്നമായ രൂപമല്ല, ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രൂപമാണ്. മറിച്ച് സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന രൂപം. അങ്ങനെ സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലേക്ക് മനസ്സ് ഏകീഭവിക്കുന്നു. അത് നമുക്കറിയാം. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് തീവ്രമായി ഗാഠമായി ചിന്തിക്കുന്നോ മനസ്സതിനോട് ഏകീഭവിക്കുന്നതായിട്ട് നമുക്കറിയാം. മനസ്സവിടെയുണ്ട്, ഏകീഭവിക്കുന്നു. ആ ഏകീഭവനത്തിന്റെ ദാർഢ്യമനുസരിച്ച് നമുക്കവിടെ പ്രപഞ്ച വിസ്മരണം സംഭവിക്കുന്നു. ഇത് രണ്ടും കൊണ്ടാണ് ഇതിന് സമാധി എന്ന് പറയുന്നത്. സമാധിയിൽ ഏത് തരത്തിലുള്ള സമാധിയായാലും ശരി, രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെന്താണ്? പ്രപഞ്ച വിസ്മരണം. ഗാഠമായി ഏകാഗ്രമായി ചിന്തിക്കുന്ന സ്ഥലത്തെല്ലാം എന്ത് ചെയ്യുന്നു? മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിസ്മരണം പോലെയുള്ള ഒരവസ്ഥ, അതിനെ ഓർക്കാതിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലെത്തുന്നു. അതൊന്ന്. മറ്റൊന്ന്, ഏത് വിഷയത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് മനസ്സ് തഥാകാരമായി തീരുന്നു, ആ അവസ്ഥയിൽ നിർത്തുന്നു. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? വിദ്വാൻ വൈശ്വാനരോ ഭവതി, അവൻ വൈശ്വാനരൻ ആയിത്തീരുന്നു. അവന്റെ മനസ്സ് വൈശ്വാനര ഭാവത്തെ പ്രാപിക്കുന്നു. പക്ഷെ വൈശ്വാനര ഭാവത്തെ പ്രാപിക്കുന്നത് കൊണ്ട് ഇവിടെ തീരുന്നില്ല. കാരണം ഇവിടെ തുര്യനിലെത്തിച്ചേർന്നു. തുര്യനാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അങ്ങനെ ഭാവന ചെയ്യുന്നവൻ അകാരത്തിന്റെ സഹായത്തോടുകൂടി, അകാരമാണ് വിശ്വൻ, ആ വിശ്വൻ വൈശ്വാനരനാണ് എന്ന് ഭാവന ചെയ്യുന്നവൻ അവിടെ നിർത്തുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. കാരണം വിരാട് എന്ന് പറയുന്നത് എന്താണ്? ഇത് സർവത്തെയും ഉൾക്കൊള്ളുന്നതാണ്, ജഡചൈതന്യങ്ങളെല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്.
ഈ പ്രപഞ്ചത്തിനെയും വിരാട് എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ആധാരമായിരിക്കുന്ന ഈ ജാഗ്രത് ചൈതന്യത്തെയും, ജാഗ്രത് എന്ന് പറയുന്നത് ചൈതന്യമാണ്, ഉണർവെന്ന് പറയുന്നത് ചൈതന്യമാണ്, ഈ ജാഗ്രത് ചൈതന്യത്തെയും വിരാട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് അവസാനിക്കുന്നില്ല. അവിടെയും ഈ ചിത്തത്തിന്റെ പൂർണ്ണമായ വിശ്രാന്തി അവിടെ സംഭവിക്കുന്നു. ചിത്തത്തിന് പരിണാമം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അതും എങ്ങനെയുള്ള പരിണാമം? സ്ഥൂലമായ പരിണാമം. അത് വ്യാപകവും സ്ഥൂലവുമായ പരിണാമം ചിത്തത്തിന് സംഭവിക്കുന്നു. പക്ഷേ അത് കൂടുതൽ സൂക്ഷ്മമാകുന്നു. തഥാ ഉകാര തൈജസ്സം. ഉകാരം എന്ത് ചെയ്യുന്നു? ഈ അടുത്ത് ഉകാരൻ തൈജസ്സനാണെന്ന് ഭാവന ചെയ്യുന്നു. ഉകാരൻ തൈജസ്സനാണെന്ന് ഭാവന ചെയ്യുമ്പോൾ ആദ്യം അകാരം വൈശ്വാനരാണ് എന്നുള്ള ബോധത്തിലാണ് നിൽക്കുന്നത്. ആ ബോധത്തിൽ നിന്ന് അടുത്ത് ഉകാരം തൈജസ്സനാണ്. ആ തൈജസ്സൻ എന്താണ്? ഹിരണ്യഗർഭൻ. ഇവിടെ വിശ്വനെ വൈശ്വാനരെന്ന് പറഞ്ഞതുപോലെ ബാക്കി എല്ലായിടത്തും മനസ്സിലായി പോകുന്നു. തൈജസ്സിന് ഹിരണ്യഗർഭനാവും, അല്ലെങ്കിൽ സൂത്രാത്മാവായും, പ്രാജ്ഞനെ അന്തര്യാമിയായും എല്ലാം മനസ്സിലാക്കണം, ഈശ്വരനായും എല്ലാം ഭാവന ചെയ്യും. അപ്പോൾ ഉകാരൻ തൈജസ്സനാണെങ്കിൽ ഹിരണ്യഗർഭൻ എന്ന് ഭാവന ചെയ്യുമ്പോൾ മനസ്സിൽ രണ്ട് ഭാവന വരും. ഒന്നെന്താണ്? അകാരം വൈശ്വാനരനാണ്, ഉകാരം ഹിരണ്യഗർഭനാണ്, സൂക്ഷ്മ സമഷ്ടിയാണ്. ശബ്ദത്തിൽ പ്രാധാന്യമില്ല, മനസ്സിൽ ഏത് തത്വത്തെയാണോ ഭാവന ചെയ്യുന്നതെന്നുള്ളതിനാണ് പ്രാധാന്യം. രണ്ട് ഭാവന വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഭാവനയെ രണ്ടാമത്തെ ഭാവനയോട് അഭേദമാണെന്ന് ചിന്തിക്കുന്നു. അകാരം ഉകാരത്തിൽ നിന്ന് വേറെയല്ല, അകാരം ഉകാരം തന്നെ, വിശ്വൻ തൈജസ്സൻ തന്നെ, വൈശ്വാനരൻ ഹിരണ്യഗർഭൻ തന്നെ എന്ന് ഭാവന ചെയ്യുന്നു. അത് ആണ് ഇവിടെ ഒന്ന് മറ്റൊന്നിൽ ലയിക്കുന്നു എന്ന് പറയുന്നു. അഭേദ ഭാവനയാണ് ഇവിടെ ലയം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ ഒന്നേ ഉള്ളൂ. എന്താണ്? ഉകാരം അത് തൈജസ്സനാണ്, ഹിരണ്യഗർഭനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വൈശ്വാനരോ ഭവതി എന്ന് പറഞ്ഞതുപോലെ അവൻ ഹിരണ്യഗർഭോ ഭവതി, ഹിരണ്യഗർഭനാകുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ അവന്റെ മനസ്സ്, ആ സാധകന്റെ മനസ്സ് കൂടുതൽ സൂക്ഷ്മമായി ഹിരണ്യഗർഭഭാവത്തെ പ്രാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് സ്ഥൂലത്തെ വിട്ടിട്ട് സൂക്ഷ്മമായി തീരുന്നു, സൂക്ഷ്മഭാവനയിൽ നിൽക്കുന്നു. മനസ്സ് സൂക്ഷ്മമാകുന്നു, മനസ്സിന്റെ വിഷയവും സൂക്ഷ്മമാകുന്നു. സ്ഥൂലത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് സ്ഥൂലമായിരിക്കും, സൂക്ഷ്മത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് സൂക്ഷ്മമാകുന്നു. യോഗശാസ്ത്രത്തിലും ഇതുപോലെയുള്ള ഭാവനയെക്കുറിച്ച് പറയുന്നു. അവിടെ തന്മാത്രാധ്യാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അവിടെ തന്മാത്രാധ്യാനം എന്നൊക്കെ പറയുമ്പോൾ കേവലം ജഡമായ തന്മാത്രകളെയാണ് ഇവിടെ ഭാവന ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചൈതന്യത്തെ ഭാവന ചെയ്യുന്നു. അത് ഇവിടുത്തെ ഭാവന എന്ന് പറയുന്ന ആത്മനിഷ്ഠമാണ്. ഇവിടെ വൈശ്വാനരൻ എന്ന് പറയുമ്പോൾ തന്നെ തന്നെയാണ് വൈശ്വാനരനായി ഭാവന ചെയ്യുന്നത്. ഇവിടെ ഭാവന ചെയ്യുന്നതിന് തന്നെ നിന്ന് വേറിട്ടങ്ങനെ. മറ്റ് ഭാവനകളിലൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ വിസ്മരിക്കും. ഒരു മൂർത്തിയെ ഭാവന ചെയ്യുമ്പോൾ, ഒരു രൂപത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് കേവലം ആ രൂപത്തിൽ ഉറപ്പിക്കുന്നു. ബാഹ്യമായ രൂപത്തിൽ നമ്മൾ വർണ്ണിച്ച് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഭാവന ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. വിശ്വനാകുന്നതും വൈശ്വാനരാകുന്നതും താൻ തന്നെ. താനെന്നുള്ള ഭാവന അവിടെ വിടുന്നില്ല. അത് കഴിഞ്ഞ് സൂക്ഷ്മവും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആ സൂക്ഷ്മഭാവനയിലും എന്താണ്? ഈ വൈശ്വാനരൻ ആരാണ്? അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ ആരാണ്? താൻ തന്നെ. അപ്പൊ താൻ അതാണെന്നാണ് ഭാവന ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ സവിശേഷത. കാരണം പരമമായ തത്വം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഉപാസകനെ അവിടെ എത്തിക്കുന്നു.
അപ്പോൾ താനെന്നുള്ള അത് വിടാതെ ഉള്ള ഭാവനയാണ് സർവത്ര. അതുകൊണ്ടാണ് ഇതിനെ അന്തർമുഖമായ ഭാവനയെന്ന് പറയുന്നത്. അന്തർമുഖത കൈവിടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? താൻ തന്നെയാണ് ഭാവന എന്നുള്ള വിടാതിരിക്കണം. നമ്മൾ മറ്റെന്തെങ്കിലും ഒരു രൂപത്തെ ബാഹ്യമായി ഒരു രൂപത്തെ ഭാവന ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് കേവലം ആ രൂപത്തിൽ ഉറയ്ക്കും. രൂപത്തിൽ ഉറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മനസ്സവിടെ ഭാഗികമായി ബഹിർമുഖമാണ്. തന്നെ സംബന്ധിച്ചുള്ള ആത്മനിഷ്ഠമായ ചിന്തനം അവിടെ വരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആത്മനിഷ്ഠമായ ചിന്തനം വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ധ്യാനിക്കുന്നവനെ അവിടേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്. ധ്യാനിക്കുന്നവനാണ് അതായിത്തീരുന്നത്. ധ്യാനിക്കുന്നവൻ തന്നിലാണ് അത്തരം ഒരു ഭാവന ദൃഢമായി വരുന്നത്. ആ ഭാവന ദൃഢമായി വരുമ്പോൾ എന്ത് വരുന്നു? അവനിൽ അഹിരണ്യ ഗർഭഭാവന മാത്രം നിൽക്കും. കാരണം വൈശ്വാനരൻ ആ ഹിരണ്യഗർഭനിൽ നിന്ന് വേറെയല്ല. ഈ സ്ഥൂലമായ ചൈതന്യം തന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഈ സ്ഥൂല ചൈതന്യവും ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചവും അത് തന്റെ തന്നെ സൂക്ഷ്മമായ ഭാവങ്ങളെ നിലനിർത്തുന്ന ആ ചൈതന്യത്തിൽ നിന്നും വേറെയല്ല എന്നവൻ ഭാവന ചെയ്യും. അവിടെ ഭാവന തികച്ചും ആന്തരികമാകും, കുറച്ചുകൂടി സൂക്ഷ്മമാകും. അവൻ സ്വയം തന്നെ എന്ത് ചെയ്യുന്നു? അവന്റെ മനസ്സ് സൂക്ഷ്മമായി സ്വയം അവൻ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നു. അവന്റെ മനസ്സ് അതാണ് ഹിരണ്യഗർഭ ഭാവന അല്ലെങ്കിൽ തൈജസ ഭാവന എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാത്ത എന്തോ ഒന്നാണെന്ന് ധരിക്കരുത്. സൂക്ഷ്മം എന്ന് പറയുന്നത് സദാ നമുക്ക് അനുഭവത്തിലിരിക്കുന്നതാണ്. ബാഹ്യമായ പ്രപഞ്ചബോധം നിലനിൽക്കുമ്പോൾ തന്നെ ആന്തരികമായ നമ്മുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് അനുഭവവേദ്യമായിരിക്കും. ആന്തരികമായി അനുഭവവേദ്യമായിരിക്കുന്ന ഈ ഭാവങ്ങൾ, ഇതാണ് സൂക്ഷ്മലോകം. അവിടെ അതിനെ നിലനിർത്തുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യത്തിലേക്കാണ് ഈ മനസ്സ് പരിണമിക്കുന്നത്, തദാകാരമാകുന്നത്. പുനഃപ്രാജ്ഞം മകാരശ്ചാപി പുനഃപ്രാജ്ഞം അടുത്ത് പറയും. തുടർന്നവൻ എന്ത് ചെയ്യുന്നു? മകാരത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാജ്ഞന ഭാവന ചെയ്യുന്നു. പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ അന്തര്യാമിയായി. കേവലം വിശ്വൻ, തൈജസ്സൻ, പ്രാജ്ഞൻ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത കേവലം ഈ ശരീരവുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, അത് തന്റെ ഉണർവ്, സ്വപ്നം, ഉറക്കം ഇതാണ്. വാസ്തവത്തിൽ തന്റെ ഉണർവ്, സ്വപ്നം, ഉറക്കമൊന്നും നമ്മൾ ഭാവന ചെയ്യേണ്ട, ധ്യാനിക്കേണ്ട കാര്യമില്ല. സ്പഷ്ടമായ അനുഭവമാണ്. അതിൽ ഭാവന ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് നേടാനില്ല. അപ്പോൾ ശരീരവുമായി ബന്ധപ്പെടാത്ത ഇതിനെയാണ് ഭാവന ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരാത്തത്, നമുക്കിപ്പോൾ അനുഭവത്തിൽ വരാത്ത എന്താണ്? അത് ഈ വൈശ്വാനര, ഹിരണ്യഗർഭ, അന്തര്യാമി ഭാവങ്ങളാണ്. അന്തര്യാമി ഭാവത്തെ ഭാവന ചെയ്യും, അത് ഭാവന ചെയ്യും. അത് ഭാവന ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഈ മകാരത്തിലൂടെ ഭാവന ചെയ്ത ആ സമഷ്ടി സൂക്ഷ്മ ഭാവന, ആ ചൈതന്യ ഭാവന അത് ഈ അന്തര്യാമിയിൽ നിന്ന് വേറെയല്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്യും. അതാണ് പ്രാജ്ഞനെ, തൈജസ്സിനെ പ്രാജ്ഞനിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഹിരണ്യഗർഭനെ അന്തര്യാമിയോട് ലയിപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെ പ്രാജ്ഞനെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തര്യാമിയുടെ ഭാവനയാണ്. അതും ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ശബ്ദത്തെ ആശ്രയിച്ച് ഈ ഭാവന, ഈ ഓരോ ഭാവനയിലും മനസ്സ് പൂർവഭാഗങ്ങളെ വിട്ടിട്ട്, എന്ന് വെച്ചാൽ മറ്റ് പ്രപഞ്ച ബോധത്തെ എല്ലാം വിട്ടിട്ട് എന്തിനാണോ ഭാവന ചെയ്യുന്നത് തഥാകാരമായി പരിണമിക്കുന്നു. അതുകൊണ്ട് ആ ഭാവനയിലെല്ലാം അതിന് സമാധി എന്ന് പറയുന്നു. അത് സമാധിയാണ്. യത്നപൂർവ്വം ഒരുവൻ സമാധിയിലെത്തിച്ചത്. ശബ്ദത്തെ ആശ്രയിച്ചാണ് ഈ ഒരു അഭ്യാസം. അതുകൊണ്ട് ഇതിനെ
ശബ്ദാനുവിദ്ധ സമാധി എന്നാണ് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്. ഇവിടെ അത് പറയുന്നില്ല. ഈ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ മറ്റു പലയിടത്തും പറയുന്നു. ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന, ശബ്ദത്തെ മുഖ്യമായ ആലംബനമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഭാവന, ആ ഭാവനയിലൂടെ മനസ്സിന്റെ ബാഹ്യബോധ വിസ്മരണവും ഏകാഗ്രതയും, ഏത് വിഷയത്തിലാണോ നമ്മളുടെ മനസ്സുറയ്ക്കുന്നത് അതിൽ വരുന്ന ഏകാഗ്രതയും, അതിന് ശബ്ദ അനുവിദ്ധമായ സമാധി എന്ന് പറയും. അങ്ങനെ ഈശ്വരൻ അല്ലെങ്കിൽ അന്തര്യാമി, അതിൽ അന്തര്യാമി എന്ന് പറയുന്ന ആ ഭാവനയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ ഭാവനയെന്ന് പറയുന്നു? അന്തര്യാമി നമുക്ക് പരിചയമുള്ളതല്ല, അത് ശാസ്ത്രം വെളിപ്പെടുത്തി തരുന്നതാണ്. ഇതിന്റെ സമഷ്ടിയാണ് എന്നിങ്ങനെ ശാസ്ത്രം ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊരു ഭാവനയിലൂടെ അതിനെ സമീപിക്കാൻ പറ്റും. വിശ്വതൈസ പ്രാജ്ഞന്മാരെ നമ്മുടെ അനുഭവമാണ്. പക്ഷെ മറ്റതങ്ങനെയാണ്. അങ്ങനെ ഈ ഉകാരത്തെ മകാരത്തോടും തൈജസ്സിനെ പ്രാജ്ഞനോടും ഹിരണ്യഗർഭനെ അന്തര്യാമിയോടും അഭേദമായി ചിന്തിക്കുക. അഭേദമായി ചിന്തിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു? അതിന്റെ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെ വിട്ടിട്ട് കാരണരൂപത്തെ സ്ഥിതി ചെയ്യുന്നു. പറഞ്ഞല്ലോ, ആ ചിത്തസ്പന്ദനം, അതാണ് ചിത്തസ്പന്ദനമാണ് ഇവിടെ പറയുന്നതനുസരിച്ച് സ്ഥൂലരൂപത്തിലും സൂക്ഷ്മരൂപത്തിലും നിൽക്കുന്ന ചിത്തസ്പന്ദനമാണ്. അതേ ചിത്തസ്പന്ദനം തന്നെ കാരണരൂപത്തിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ കാരണരൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിനുള്ള ക്ഷമതയോടുകൂടി നിൽക്കുക. അതാണ് കാരണഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഏതോ ഒരു സ്ഥാനമുണ്ടെന്താണ്, ആ സ്ഥാനം ഈ സ്ഥൂല സൂക്ഷ്മങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിന് ലയിപ്പിക്കുന്നതിന് സമർത്ഥമായ ഒന്നാണ്. അതാണ് അതിന്റെ കാരണാകാരം എന്ന് പറയുന്നത്. അപ്പം മനസ്സാ കാരണാകാരത്തെ പ്രാപിക്കുന്നു. അതിനിവിടെ പറഞ്ഞു എന്താണ്? മകാരസ് പുനഃപ്രാജ്ഞം, അത് സമാധിയാണ്. പക്ഷെ മകാരത്തെ തുടർന്നുള്ള മനസ്സിന്റെ അനുസന്ധാനമാണ് എന്നുള്ളൊരു വിശേഷത മാത്രം. ഇതവിടെ അവസാനിക്കുന്നില്ല. മനസ്സ് എന്താണ്? മനസ്സിനൊരു സ്വാഭാവികമായ ഒരു ഗതിയുണ്ട്. അത് ഈ കാരണഭാവത്തിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂല തലങ്ങളിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ പ്രയത്നം ആവശ്യമില്ല. അതുപോലെ തന്നെ സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെ വിട്ട് കാരണഭാവത്തിലേക്കും പോകും. അവിടെയും ലേശവും പ്രയത്നം ആവശ്യമില്ല. സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ. നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു എന്താണ്? ആ സുഷുപ്തി അല്ലെങ്കിൽ ആ പ്രാജ്ഞനിൽ നിന്ന് ജാഗ്രത സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ജാഗ്രത സ്വപ്നങ്ങൾ തിരിച്ച് ആ പ്രാജ്ഞനിലേക്ക് വിലയിക്കുന്നു. മനസ്സിനങ്ങനെ സഹജമായി മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. പക്ഷെ സഹജമായി പോകുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മനസ്സിന് തഥാകാര പരിണാമം സംഭവിക്കുന്നില്ല. പ്രയത്നം കൊണ്ട് മാത്രമേ തഥാകാര പരിണാമം സംഭവിക്കുന്നുള്ളൂ. കാരണം മനസ്സ് പരിണമിച്ച് സ്ഥൂലഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വയം നമുക്ക് വിശ്വനെ കുറിച്ചുള്ള ബോധമേ ഉണ്ടാകുന്നുള്ളൂ. വൈശ്വാനനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുള്ളൂ. വൈശ്വാനനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സ് തഥാകാരത്തിൽ പരിണമിക്കണം, അത് പരിണമിപ്പിക്കണം. അതുപോലെ ആ മനസ്സ് സ്വയം സൂക്ഷ്മരൂപത്തിൽ പരിണമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈജസ്സിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. തൈജസ്സിനെ നമ്മൾ അറിയുന്നുണ്ട്. സ്വപ്നം കാണുന്നവനായിട്ടും ആന്തരികമായ വികാരങ്ങളെല്ലാം നിലനിർത്തുന്നവനായിട്ടും നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പ്രയത്നം കൊണ്ട് മാത്രമേ മനസ്സ് തഥാകാരത്തിൽ പരിണമിക്കത്തുള്ളൂ. ഹിരണ്യഗർഭരൂപത്തിൽ പ്രാജ്ഞനെ സംബന്ധിച്ചും അങ്ങനെ. പ്രാജ്ഞൻ സ്വയം അസ്പന്ദമായിട്ടിരിക്കുകയാണ്. ചിത്തത്തിന്റെ സ്പന്ദരഹിതമായൊരവസ്ഥ. അതാണ് കാരണസ്പന്ദം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ അന്തര്യാമി എന്ന് പറയുന്ന ഒരു ഭാവന ഇല്ല നമുക്ക്. അന്തര്യാമി ഭാവന എന്ന് പറയുന്നത് പ്രയത്നം കൊണ്ടുണ്ടാകുന്നതാണ്.
അപ്പൊ ഈ പ്രയത്നം ജീവന് സഹജമായിട്ടില്ലാത്തതും എന്നാൽ അന്തര്യാമിയുടെ സഹായം കൊണ്ടുണ്ടാകുന്നതുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഇപ്പോ മനസ്സ് അന്തർമുഖമായോ ബഹിർമുഖമായോ ഇരിക്കാം. സാധാരണഗതി ബഹിർമുഖമായിരിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. സാധാരണഗതിയിൽ അന്തർമുഖമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് രാഗദ്വേഷാദികളിൽപ്പെട്ട് കലങ്ങിയിരിക്കുക, അല്ലെങ്കിൽ സുഖദുഃഖങ്ങളിൽപ്പെട്ട് മനസ്സ് ആന്തരികമായി ക്ഷോഭിച്ചിരിക്കുക. ഇതാണ് സാധാരണയുള്ള അന്തർമുഖതയും ബഹിർമുഖതയും. പക്ഷെ ഇതങ്ങനെയല്ല. മനസ്സ് ഈശ്വരാഭിമുഖമായി തീരുന്നതാണ്, തുര്യാഭിമുഖമായി തീരുന്നതാണ്. അങ്ങനെ മനസ്സ് ആയിത്തീരണമെങ്കിൽ അവനിൽ പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നം സ്വയം സാധ്യമല്ല. കാരണം സ്വയം അവനുള്ള ശേഷി ഈ സാധാരണ രീതിയിലുള്ള സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതെന്താണ്, പുറമേ നിന്നുള്ള ഒരു ശേഷി അവന് ആവശ്യമാണ്. ഇത് അന്തര്യാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മനസ്സിന് ഈ ഒരു ശേഷി വരത്തുള്ളൂ. മനസ്സിന് ഇങ്ങനെ പരിണമിക്കാൻ പറ്റും. അതിനുള്ള ആ യത്നം, അതിനുള്ള ശേഷി മനസ്സിന് വരുന്നത് അന്തര്യാമിയിൽ നിന്നാണ്. അന്തര്യാമി തന്നെയാണ് ഹിരണ്യഗർഭനായും വൈശ്വാനരനായും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധ്യമാകൂ. ഭഗവത് കൃപ കൊണ്ട് മാത്രമേ അവൻ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നതാണ്. അല്ലാതെ തന്റെ പ്രയത്നം കൊണ്ട് ഇത് സാധ്യമല്ല. എല്ലായിടത്തും ഉപനിഷത്തുകളിലും ഗീതയിലും എല്ലായിടത്തും ആവർത്തിച്ച് പറയും എന്താണ്, ജീവന്റെ പ്രയത്നം കൊണ്ടൊരിക്കലും ഇത് സാധ്യമല്ല. നമ്മൾ പ്രയത്നിച്ചാൽ അവിടെ പരാജയപ്പെടുത്തുകയുള്ളൂ. മറിച്ച് അന്തര്യാമിയുടെ കൃപ അല്ലെങ്കിൽ അനുഗ്രഹം അവിടെ വേണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സമാധി പരിശീലനത്തിൽ യോഗ സൂത്രങ്ങളിൽ പതഞ്ജലി മഹർഷി പോലും അതിനെ പറയും, അതിനെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. ഈ അഷ്ടാംഗയോഗം അതിലൂടെ തന്നെ സമാധിയിൽ എത്തിച്ചേരണമെങ്കിൽ ഈശ്വര പ്രണിധാനം കൊണ്ടേ സാധ്യമാകൂ എന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധ്യമാകൂ എന്ന് പറയും. അപ്പൊ അന്തര്യാമിയുടെ അനുഗ്രഹം വന്നാലേ ഈ പറയുന്ന കാര്യങ്ങൾ സമാധിയിൽ മനസ്സിനെ എത്തിക്കുന്ന ഇത് സാധ്യമാകും. അപ്പോൾ ഒരാൾ പരിശീലിക്കുന്നു, ഇത് പ്രയത്നപൂർവ്വം പരിശീലിക്കുന്നു, പക്ഷെ അത് ഫലവത്താകുന്നില്ലെങ്കിൽ എന്താണ്, അവിടെ കൃപ അതില്ല എന്ന് നമ്മൾ ധരിച്ചാൽ മതി. കാരണം അന്തര്യാമി ഇതിന് സഹായിക്കും. അങ്ങനെ അതിന്റെ സഹായത്തോടുകൂടി വരുന്ന ആ പ്രയത്നം കൊണ്ട് അവന്റെ മനസ്സെന്ത് ചെയ്യുന്നു, ആ പ്രാജ്ഞഭാവത്തെ കടന്ന് അന്തര്യാമി എന്നുള്ള ഭാവത്തിൽ എത്തിച്ചേരും. അതും ശബ്ദാനുവിദ്ധമായ സമാധി എന്ന് പറയാം. അവിടെ ഈ ശബ്ദത്തെ ആശ്രയിക്കും. അപ്പൊ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ഈശ്വരന്റെ കൃപയാണെന്നുള്ള മനസ്സിൽ വയ്ക്കും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. ഈശ്വര കൃപയെ തന്നെയാണ് നമ്മൾ ഗുരുകൃപ എന്നും പറയുന്നത്. അതവിടെ എത്തിച്ചേരും. അതിനെയാണ് അവസാനം ഇവിടെ പറയുന്നത് പുനഃപ്രാജ്ഞം. മകാരശ്ചാവി പുനഃപ്രാജ്ഞം ശബ്ദ നയദൈത്യന വർത്തത്തെ. മകാരം അവനെ പ്രാജ്ഞഭാവത്തിലേക്ക് എത്തിക്കുന്നു. അവന്റെ മനസ്സ് തഥാകാരമായി പരിണമിക്കുന്നു. ഇതെല്ലാം ഇതിനെയൊക്കെ ഇവിടെ പറയുന്നത് എന്താണ്, സമാധി എന്നാണ്. സമാധി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മറ്റൊന്നും ധരിക്കേണ്ട. മനസ്സ് എന്തിനാണോ ഭാവന ചെയ്യുന്നത് തഥാകാരമാകുകയും മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഇല്ലാതിരിക്കുകയും ചെയ്യും. അതിനെ അന്തഃപ്രജ്ഞ എന്ന് പറയും. ആന്തരികമായ പ്രജ്ഞയിൽ മനസ്സിരിക്കുന്നു. അവിടെയും പ്രജ്ഞ നശിക്കുന്നില്ല, പ്രജ്ഞയുണ്ട്. ശബ്ദസഹായത്തോടുകൂടിയുള്ള പ്രജ്ഞയുണ്ട്. ഇത് മനസ്സിനെ അന്തഃപ്രജ്ഞയിൽ എത്തിച്ചേരുന്നതിന് ഋഷിമാർ അവലംബിച്ച ഒരു മാർഗമാണ്, അവർ കണ്ടുപിടിച്ച ഒരു ഉപായമാണ് നമുക്കിങ്ങനെ വെളിപ്പെടുത്തി തരുന്നത്. അനുവർത്തതയെ ചിലർക്ക് തോന്നുന്നു ഇത് കൂടുതൽ പ്രയാസമുള്ളതാണല്ലോ. കാരണം ഇവിടെ അഭ്യാസം വേണം, പ്രയത്നം വേണം, ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ മുമ്പ് പറഞ്ഞ അങ്ങനെയല്ല, ഒരു സാധനയും വേണ്ട എന്നുള്ളത്, ശ്രവണം മാത്രം മതി. പക്ഷെ ശ്രവണം മാത്രം മതി, അത് തന്നെയാണ്
ഉത്തമവും. പക്ഷെ ശ്രവണം കൊണ്ട് ഈ പറയുന്ന തുരീയബോധം, തുരീയാധിഗമം എന്ന് പറയുന്നു. ആ തുരീയാധിഗമം എത്ര പേർക്ക് സാധിക്കും അതാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നു? തുര്യൻ എന്ന് കേൾക്കുമ്പോൾ അത് കേവലം ശബ്ദജ്ഞാനമായിട്ടോ അല്ലെങ്കിൽ കേവലം ഭാവനയായിട്ടോ ആണ് നിൽക്കുന്നതെങ്കിൽ, കേവലം ഒരു സങ്കല്പമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തുര്യാധിഗമം സംഭവിച്ചില്ല എന്നുള്ളതാണ്. അത് ലളിതമാണ്, അനായാസമാണ്. പക്ഷെ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് ഈ ധ്യാനത്തിന്റെ മാർഗത്തെ തന്നെ സ്വീകരിക്കണം. അപ്പോൾ ആ തുര്യാധിഗമം മുമ്പ് പറഞ്ഞ രീതിയിൽ അത്യപൂർവമേ സംഭവിക്കത്തുള്ളൂ. അത് സംഭവിച്ചോ സംഭവിച്ചില്ലേ എന്ന് എങ്ങനെ മനസ്സിലാകും? അത് പറഞ്ഞു. എന്താണ്? ഒരാളിപ്പോ തുര്യനെ കുറിച്ച് പറഞ്ഞു, ശരിക്കും ഞാൻ തുര്യനെ പ്രാപിച്ചു കഴിഞ്ഞു എന്നൊരാളങ്ങ് ധരിച്ചാലോ അങ്ങനെ ഭ്രമിച്ചാലോ അത് ഭ്രമമായിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ സംശയങ്ങൾ അവശേഷിക്കാൻ പാടില്ല. ഒന്ന്, സംശയങ്ങൾ അവശേഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ ഭ്രമാത്മകമായ നിലയിലാണ്. സാധനാന്തരത്തെ അവൻ ഇച്ഛിക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഒരു സാധന ആവശ്യമാണ് എന്ന് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അപരോക്ഷമായ അനുഭവമായി തന്നെ തീരണം. അത് അസാധ്യമായി വരുമ്പോൾ പിന്നെ അപരോക്ഷ അനുഭവത്തിനുള്ള ഉപായമായിട്ടാണ് ഈ പറയുന്ന ഉപാസനാ മാർഗത്തെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന തരത്തിലുള്ള മാനസിക അഭ്യാസങ്ങൾ എന്നുവെച്ചാൽ ആ തത്വത്തിന്റെ അനുസന്ധാനമാണ്. അത് വീണ്ടും അവന് അനുഷ്ഠേയമായിരിക്കുന്നു. അവനത് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു, മാനസികമായിട്ട് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ആത്മനിഷ്ഠയോടുകൂടി അന്തർമുഖതയോടുകൂടി ആ തത്വത്തെ ഗ്രഹിച്ചു. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സാമാന്യം അല്ലെങ്കിൽ സാദൃശ്യത്തെ പറയുന്നത്. ആ തത്വത്തെ വിടാൻ പാടില്ല. തത്വത്തെ വിട്ടിട്ട് കേവലം ഓങ്കാരത്തിന്റെ ഉച്ചാരണമോ കേവലം ഓമെന്നുള്ള ശബ്ദത്തിന്റെ ഭാവനയോ അല്ലെങ്കിൽ ഇനി മറ്റു ചിലർ ചെയ്യുന്ന പോലെ കേവലം ഓ എന്ന് പറയുന്ന ലിപിയെ ധ്യാനിക്കൊന്നും ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അതൊന്നുമല്ല ഇവിടെ പറയുന്നു. ഇവിടെ തത്വ അനുസന്ധാനമാണ്. തത്വത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെ മനസ്സിനെ സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ആന്തരികമായി സംഭവിക്കണം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്? അത് അവസാനം പറയുന്നു. നാം മാത്രേ വിദ്യതേ ഗതി കൊടുത്തത്. ക്ഷീണേതു മകാരേ ബീജഭാവക്ഷയാ അമാത്രേ ഓങ്കാരേ ഗതിർന വിദ്യതേ ക്വചിത് ഇത്യർത്ഥഃ. അപ്പോ മനസ്സിന് ശബ്ദത്തെ പിന്തുടർന്ന് പോകാമെന്നുള്ളത് ഈ പറയുന്ന അന്തര്യാമി ഭാവം വരെയാണ്. അതുവരെയുള്ള ഭാവനകളാണ്. അതിനപ്പുറം ഓങ്കാരം തന്നെ ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൽ തന്നെ എന്താണ്? അത് അകാര ഉകാരം അകാരങ്ങളെ കടന്നത് അവസാനിക്കുന്നു, മാത്രാരഹിതമായി തീരുന്നു. ഓങ്കാര ഉച്ചാരണത്തിൽ ഉണ്ടല്ലോ, ബാഹ്യമായ ശബ്ദത്തിന്റെ ശ്രവണത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് എന്താണ്? ഓങ്കാരം വിലയിക്കുന്നു, ഇല്ലാതായിത്തീരുന്നു, ശബ്ദമില്ലാതായിത്തീരുന്നു. സാധാരണഗതിയിൽ ആ ശബ്ദം ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ കടന്നു വരും. അവിടെ അമാത്ര എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല. അർദ്ധമാത്ര വരെയാണ് അനുഭവത്തിൽ വരുന്നത്. എന്നുവെച്ചാൽ അനുസ്വാര ഉച്ചാരണം വരെ ഓം എന്ന് അവസാനിക്കുന്നത് വരെ. അത് കഴിഞ്ഞ് അമാത്ര എന്ന് പറയുന്നതിന് നമുക്ക് അനുഭവത്തിൽ വരാത്ത എന്തുകൊണ്ട്? മറ്റ് ചിന്തകൾ അവിടെ കടന്നു വരും. എന്നാൽ ഇവിടെ ആന്തരികമായി ഒരാൾ ഓങ്കാരത്തെ ഏകാഗ്രമായി ഭാവന ചെയ്താൽ, എന്നുവെച്ചാൽ അകാരം ഉകാരം അകാരങ്ങളൊന്നും കൂടാതെ ഓങ്കാരത്തെ തന്നെ അയാൾ ശബ്ദഭാവന തന്നെ ചെയ്യുന്നിരിക്കട്ടെ. ശബ്ദഭാവന ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായി ഓമെന്ന് തന്നെ ആന്തരികമായി ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ഓം അവസാനിച്ച് അടുത്തൊരോം തുടങ്ങുന്നിടത്ത് അതിനിടയ്ക്ക് വരുന്ന അത് ഒരു അമാത്രയാണെന്ന് അയാൾക്ക് ബോധ്യമാവും. എന്നുവെച്ചാൽ മാത്രാരഹിതമായ, അല്ലെങ്കിൽ നമുക്ക് മാത്രയെ മനസ്സിലാകാൻ വയ്യാത്ത ഒരു തലത്തിൽ നിന്ന് വീണ്ടും ഓങ്കാരം ആരംഭിക്കുന്നു. അത് തന്നെ മറ്റ് ചിന്തയ്ക്കൊന്നും ഇടകൊടുക്കാതെ ദീർഘമായി പ്രണവത്തെ തുടർച്ചയായി ഉച്ചരിച്ചു കഴിഞ്ഞു, ശ്രവിക്കത്തക്ക രീതിയിൽ ഉച്ചരിച്ചു കഴിഞ്ഞു ബാഹ്യമായി.
ഒരു ഏകാഗ്രതയോടുകൂടി, മനസ്സിന് സാമാന്യമായ ഏകാഗ്രതയോടുകൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഓങ്കാരം ഉയർന്ന് അവസാനിച്ചിട്ടാണല്ലോ നമുക്ക് അടുത്തൊന്ന് ഉച്ചരിക്കേണ്ടത്. അവസാനിച്ചിട്ട് അടുത്തൊന്ന് ഉച്ചരിക്കുന്നതിനിടയ്ക്കുള്ള സമയം ഓങ്കാരത്തിലാണ് അവൻ ഏകാഗ്രപ്പെടുന്നതെങ്കിൽ അവിടെ ശബ്ദശൂന്യമായൊരവസ്ഥ അനുഭവപ്പെടും, ശബ്ദരഹിതമായൊരവസ്ഥ. കാരണം ഒരു ഓങ്കാരം അവസാനിച്ച് അടുത്തൊരു ഓങ്കാരം ആരംഭിക്കും. അവിടെ നമ്മൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രവിക്കാനൊന്നുമില്ല, ശ്രവണമില്ല. അത് ആണ് മാത്ര, ശ്രവണത്തിൽ വരുന്ന മാത്ര. ഇവിടെ അതല്ല പറയുന്നത്, ശ്രവണത്തിൽ വരുന്ന മാത്രമല്ല. അവിടെ നമ്മുടെ മനസ്സിന്റെ സ്ഥാനം, മനസ്സിന്റെ പ്രവർത്തനം അവിടെ അപ്രസക്തമായി വരുന്നില്ല. അവിടെ അമാത്രയെ ഗ്രഹിക്കുന്നതും മനസ്സാണ്. ഇവിടെ പറയുന്ന അതല്ല. ക്ഷീണേതു മകാരേ ബീജഭാവക്ഷയാ പറയുന്നു. ആ ബീജഭാവം ക്ഷയിക്കുന്നു, കാരണഭാവം ക്ഷയിക്കുന്നു, കാരണഭാവം ഇല്ലാതാകുന്നു. ഓങ്കാരം എന്ന് പറയുന്ന അകാരത്തിനും അവിടെ നിലനിൽപ്പില്ല. ആ അകാരത്തെ ആശ്രയിച്ചുള്ള ഭാവനയും അവിടെ നിലനിൽക്കുന്നില്ല. എങ്ങനെയുള്ള ഭാവന? സ്ഥൂല സൂക്ഷ്മ കാരണഭാവനകളൊന്നും നിലനിൽക്കുന്നില്ല. പിന്നെ അവിടെ നിലനിൽക്കുന്ന എന്താണ്? മാത്രാരഹിതമായ തുര്യനാണ് അവിടെ ശേഷിക്കുന്നത്. അതിനാണ് തുര്യൻ എന്ന് പറയുന്നത്. തുര്യൻ എന്ന് പറയുമ്പോൾ അവിടെ പാദരഹിതനും മാത്രാരഹിതനുമാണ്. എന്നാൽ അത് ശൂന്യമല്ല. എന്താണ്? തുര്യൻ ബോധസ്ഫുരണമാണ്, ചിത്തിന്റെ സ്ഫുരണമാണ്. അതുകൊണ്ട് അവിടെ ശൂന്യത അനുഭവപ്പെടുന്നില്ല. പക്ഷേ മാത്രകൾക്കും ഭാവനകൾക്കും അവിടെ സ്ഥാനമില്ല. അവിടെ ഏതു തരത്തിലുള്ള അനുഭവം വരണം? തുര്യന്റെ അനുഭവം വരണം. തുര്യന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് തുര്യനോട് ഏകീഭവിക്കും. അതാണ് തുര്യന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ത്രിപുടീരഹിതമായി തുര്യൻ പ്രകാശിക്കുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഗതിയില്ല എന്നർത്ഥം. മനസ്സിന് ഗതിയില്ല. മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാവന ചെയ്യുന്നവനും പിന്നെ പ്രാപിക്കാനൊന്നുമില്ല. അതുകൊണ്ട് വരുന്നു അമാത്രേ ഓങ്കാരേ. അമാത്രമായ ഓങ്കാരം എന്ന് പറയുന്നത് എന്താണ്? മാത്രാരഹിതനായ ഓങ്കാരൻ എന്ന് പറയുന്നത് തുര്യനാണ്. അവിടെ ഗതിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ സാധ്യമല്ല. അവിടെ വർണ്ണന സാധ്യമല്ല. ശബ്ദ അനനുവിദ്ധമെന്ന് അവിടെ പറയുന്നു. ശബ്ദത്തെ ആശ്രയിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ശബ്ദത്തെ ആശ്രയിക്കാതെ, പ്രയത്നത്തെ ആശ്രയിക്കാതെ, മനസ്സിന്റെ വൃത്തികളെ ആശ്രയിക്കാതെ തുര്യൻ പ്രകാശിക്കുന്ന അവസ്ഥ. ഗതിർണ വിദ്യതേ. മനസ്സിനവിടെ ഗതിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കാനോ ഒന്നും സാധ്യമല്ല. അതിനെ നമുക്ക് സമാധി എന്ന് പറയാം. അത് സമാധിയാണ്. പക്ഷെ ആ സമാധി തുര്യ സ്വരൂപം തന്നെയാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാവനകളും അവസാനിക്കുന്നുകൊണ്ട് മനസ്സിന് ഗതിയില്ല. ധ്യാനിക്കുന്നവൻ എന്നുള്ള അസ്തിത്വം അവിടെയില്ല. ശേഷിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം അവിടെ പ്രകടമാകുന്നു എന്നർത്ഥം. ഈ പറയുന്ന ഭാവനയിൽ അന്തര്യാമി വരെയുള്ള ഭാവനകൾ പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. മനസ്സിന്റെ പ്രവർത്തനമാണ്. ഇവിടെ മനസ്സിന് ഗതിയില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ മനസ്സുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനോ വർണ്ണിക്കാനോ സാധ്യമല്ല എന്നാണ്. ശ്രുതി നേതി എന്നെല്ലാം ബോധിപ്പിക്കുന്ന ആ തലം എന്നാണ്. അപ്പോൾ ആത്മബോധം അല്ലെങ്കിൽ ആത്മപ്രകാശം മറ്റു യാതൊരു സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിലുള്ള യാതൊരു തടസ്സങ്ങളും കൂടാതെ പ്രകാശിക്കുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് വാക്കുകൊണ്ട് പറയുന്നു. അതിനപ്പുറം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വാക്കുകളില്ല എന്നാണ്. അനുഭൂതിയെന്നോ അല്ലെങ്കിൽ അനുഭവാതീതമെന്നോ എന്ന് പറയാം. അനുഭൂതി എന്ന് എന്തുകൊണ്ട് അതിനെ പറയുന്നു? കാരണം ശൂന്യമല്ല. തുര്യൻ അവിടെ സ്വയം പ്രകാശിക്കുന്നതുകൊണ്ടാണ് അതിന് അനുഭൂതി എന്ന് പറയുന്നത്. അതിന് അനുഭവ അതീതം എന്നെന്തുകൊണ്ട് പറയുന്നു? അതിനൊരിക്കലും വിഷയമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല.
നമ്മൾ പറയുന്ന സമാധി അനുഭവം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അനുഭവ രൂപത്തിൽ അതിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ അനുഭവിക്കേണ്ടവനും അനുഭവ വിഷയമെല്ലാം ഒന്നായിപ്പോകും. ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ ആര് എന്തിനെ അനുഭവിക്കും? അതുകൊണ്ട് തന്നെ അനുഭവ അതീതമെന്നും പറയുന്നു. അനുഭൂതി എന്ന് എന്തുകൊണ്ട് പറയുന്നത്? സ്വയം അനുഭവ രൂപമായതുകൊണ്ട്, അനുഭവം ഒഴിവായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനെ അനുഭൂതിയെന്നോ അനുഭവ അതീതമെന്നോ എല്ലാം പറയാം. ഒരു തരത്തിലും അതിനെ വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്, ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ ശുദ്ധശൂന്യം എന്ന് പറയുന്നത്. അടുത്ത് അതിനെയാണ് വർണ്ണിക്കുന്നത്. അവിടെ ഒറ്റ വാക്കി പറയാം, വ്യവഹാര്യ. അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. അപ്പോൾ അതിനെ വാക്കിലൂടെ ഒരാൾ വെളിപ്പെടുത്തണം, ശ്രുതി വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ഗുരു വെളിപ്പെടുത്തണം. ചോദിക്കും, നിങ്ങൾ അറിഞ്ഞാണെങ്കിൽ നിങ്ങളത് പറയണമല്ലോ എന്നാവശ്യപ്പെടുന്നതിന് അർത്ഥമില്ല. എന്തുകൊണ്ട്? അത് അവ്യവഹാര്യമാണ്. അതാണ് അടുത്ത് പറയുന്നത്. അകാരോ നയതേ വിശ്വം ഉകാരശ്ചാപി തേജസം മകാരശ്ച പുനഃപ്രാജ്ഞം നാമാത്രേ വിദ്യതേ ഗതി. അടുത്ത് 12ാമത്തെ മന്ത്രം, അവസാനത്തെ മന്ത്രമാണ്. അമാത്രഃ ചതുർത്ഥോ അവ്യവഹാര്യഃ പ്രപഞ്ചോപശമഃ ശിവ അദ്വൈത ഇവം ഓങ്കാര ആത്മേവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ അമാത്രോ മാത്രാ യസ്യ നാസ്തി അമാത്രഃ ഓങ്കാരഃ ചതുർത്ഥഃ തുരീയ ആത്മേവ കേവലോ അഭിധാന അഭിധേയരൂപയോർ വാങ്മനസയോ ക്ഷീണത്വാത്. അമാത്രനാണ്. അവിടെ ഓങ്കാരത്തിന്റെ മാത്രകൾ കൊണ്ടൊന്നും ചെയ്യാനും, ധ്യാനം അല്ലെങ്കിൽ ഭാവന അല്ലെങ്കിൽ സമാധി അത് അവസാനിച്ച സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. അകാര ഉകാര മകാരങ്ങളെ ആശ്രയിച്ച് ഭാവന ചെയ്യുന്നിടത്തെല്ലാം സമാധിയുണ്ട്. നമുക്ക് പലതരം സമാധികളെന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം, സ്ഥൂല സൂക്ഷ്മ കാരണ ഭേദമനുസരിച്ച്. പക്ഷെ അമാത്രയായി കഴിഞ്ഞാലോ മാത്ര യസ്യ നാസ്തി, അതിന് അമാത്രയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു തലത്തിൽ തുര്യനിൽ മാത്രകൾ ഇല്ല, മാത്രയിലൂടെ അതിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നില്ല എന്നർത്ഥം. അതിനെയും പറയുന്നത് എന്താണ് ഇവിടെ? ഓങ്കാര, അമാത്രനായ ഓങ്കാരം. എന്നുവെച്ചാൽ മാത്രയോടുകൂടിയ ഓങ്കാരമാണ് എന്ത്? മുഴങ്ങുന്ന ഓങ്കാരം, നമുക്ക് ശ്രവിക്കാൻ കഴിയുന്ന ഓങ്കാരം, നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്ന ഓങ്കാരം. ഇതും ഓങ്കാരമാണ്, പക്ഷെ നമുക്ക് ശ്രവിക്കാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. ബാഹ്യമായോ ആന്തരികമായോ കേൾക്കാൻ പറ്റത്തില്ല, ഉച്ചരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് അമാത്ര ഓങ്കാരം എന്ന് പറയുന്നത്, മാത്രാരഹിതനായ ഓങ്കാരം. അതെന്താണ്? അതാണ് ചതുർത്ഥൻ. ചതുർത്ഥൻ എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നു തുര്യൻ എന്ന് പറയുന്നു. തുര്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ധരിച്ചു കളയരുത് ഇനി നാലാമത്തേത് ഒന്ന് എന്ന് ധരിച്ചു കളയരുത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? ആത്മീയവ. ആ തുര്യൻ എന്ന് പറയുന്നത് തന്റെ വാസ്തവ സ്വരൂപം തന്നെയാണ്. ആ തുര്യനിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആ തുര്യനിലാണ് വിശ്വ തൈജസ പ്രാജ്ഞഭാവങ്ങളും വൈശ്വാനര ഹിരണ്യഗർഭ അന്തര്യാമി ഭാവങ്ങളും എല്ലാം നിലനിന്നത് തുര്യനിലാണ്. അത് ഇത്രയും കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും പുതുതായി നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒന്നല്ല, അതുവരെ ഇല്ലാതിരുന്ന ഒന്നിനെ പ്രാപിക്കുന്നതുമല്ല. ഈ അഭ്യാസങ്ങൾക്കെല്ലാം ആധാരമായി നിന്നതാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ ഭാവനകളും സമാധി എല്ലാം പ്രാപിച്ചത്. അത് ആത്മനിഷ്ഠമായി താനായി തന്നെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് തുര്യനെന്ന് പറഞ്ഞാൽ ആത്മാവാണ്, നിന്റെ കേവല സ്വരൂപമാണത് എന്ന് ബോധിപ്പിക്കുകയാണ്. കേവല ഏകമായിരിക്കുന്ന നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏകമായിരുന്ന ഒന്നിനെ തന്നെ മൂന്നായി കണ്ടത്. ജാഗ്രസ്വപ്ന സുഷുപ്തിയായിട്ടും വിശ്വ തേജസ് പ്രാജ്ഞന്മാരായിട്ടും വൈശ്വാനര ഹിരണ്യഗർഭ
അന്തര്യാമിയായിട്ടും എല്ലാം നമ്മൾ ഒന്നിനെ തന്നെ കണ്ടത്. പക്ഷെ വാസ്തവത്തിൽ അവൻ ഏകനാണ്. കേവലൻ എന്ന് പറഞ്ഞാൽ ഏകൻ. അവനിലാണ് ഇതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരുന്നത്. അജ്ഞനായി ഈ അവസ്ഥകളിലേക്ക് നമ്മൾ സ്വയം പോയിക്കൊണ്ടിരിക്കുന്നതും അവനിൽ തന്നെ. അജ്ഞാനാവസ്ഥയിലും ഈ ആത്മാവിൽ തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഓങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് യത്നത്തിലൂടെ അഭ്യാസത്തിലൂടെ ഓരോന്നിനെയും വെളിപ്പെടുത്തുന്നതും ഇതിൽ തന്നെ. വിശ്വനെ വൈശ്വാനരനായി നമ്മൾ വെളിപ്പെടുത്തുന്നു, തേജസ്സിനെ ഹിരണ്യഗർഭനായി, പ്രാജ്ഞനെ എല്ലാം നമുക്ക് വെളിപ്പെടുകയാണ്, ആന്തരികമായി വെളിപ്പെടുകയാണ്. ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതും ഇവിടെ നിന്നിൽ തന്നെയാണ് എന്നർത്ഥം. ഇവിടെ പുതുതായി ഒന്നിനെ സാക്ഷാത്കരിക്കുകയല്ല ചെയ്യുന്നത്. സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ തന്നെ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണ്. അഭിധാന അഭിധേയരൂപയോർ വാങ് മനസ്സയോർ ക്ഷീണത്വ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ അജ്ഞനായിരിക്കുന്നതിനും സാധകനായിരിക്കുന്നതിനും സമാധിയെല്ലാം ശീലിച്ച് ഇത്തരം അനുഭവങ്ങളെ ആർജിക്കുന്നതിനുമൊക്കെ രണ്ട് കാര്യങ്ങളുള്ളൂ. അഭിധാനവും അഭിധേയവും. രണ്ട് കാര്യങ്ങളുള്ളൂ. അഭിധാനം എന്ന് പറയുന്ന ശബ്ദം, അതിലെ ഓമാണ്. ഓമിത്യക്ഷരം ഇതും സർവം. ഓം എന്ന് പറയുന്ന അഭിധാനമായി, അതിന്റെ അഭിധേയമായി സർവവും എന്നർത്ഥം. ബാക്കി കാണുന്ന സർവവും. ഇവിടെ അഭിധേയമായി പറയുന്ന എന്താണ്? മനസ്സ്. മനസ്സാണ് അഭിധേയം. എന്തുകൊണ്ട് മനസ്സിന് അഭിധേയം എന്ന് പറഞ്ഞു? ഇത് സർവവും മനസ്സ് തന്നെ. നേരത്തെ പറഞ്ഞു എന്താണ്? ഇത് ചിത്തസ്പന്ദനമാണ്, മനസ്സ്പന്ദനമാണ്, അന്തര്യാമിയുടെ സ്പന്ദനങ്ങളാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സ്ഥൂലമായും ദൃഢമായും നിത്യമായും എല്ലാം നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നതല്ല. നമ്മൾ ഇതിനെല്ലാം എന്താണ്? മനസ്സിന്റെ വിഷയമായി കാണുന്നു, മനസ്സിൽ നിന്ന് വേറിട്ട് കാണുന്നു, ബാഹ്യപ്രപഞ്ചമെന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മൾ കരുതുന്ന എന്താണ്? ഉള്ളിൽ മനസ്സ്, പുറമേ ലോകം. ഉള്ളിലുള്ള മനസ്സ് പുറം ലോകത്ത് കാണും. പറയുന്നു ഇതെല്ലാം ചിത്തസ്പന്ദനമാണ്, അന്തര്യാമിയുടെ സ്പന്ദനമാണ്. ആ സ്പന്ദനത്തെ വെളിപ്പെടുത്തുന്ന എന്താണ്? ശബ്ദം. ബാഹ്യമായും ആന്തരികമായും ശബ്ദം ഇതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പറഞ്ഞല്ലോ, ശബ്ദത്തെ ആശ്രയിക്കാതെ നമുക്കറിവില്ല. ശബ്ദം എന്ന ആ അറിവാണ് മറ്റുള്ള എല്ലാ അറിവുകളെയും ഉണ്ടാക്കുന്നത്. അത് ബാഹ്യമായിട്ടായാലും ശരി, ആന്തരികമായിട്ടായാലും ശരി. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മൾ ശബ്ദം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ്. ഉള്ളിൽ ചിന്തിക്കുന്നതും സങ്കല്പിക്കുന്നതും ഭാവന ചെയ്യുന്നതും സ്മരിക്കുന്നതും എല്ലാം ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെ. അപ്പോൾ ഇവിടെ ശബ്ദവും അർത്ഥവും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു അഭിധാനം, അർത്ഥത്തെ പറഞ്ഞു അഭിധേയം. അർത്ഥമോ മൊത്തത്തിൽ അത് മനസ്സ്പന്ദനമാണ്. ഇത് രണ്ടും ക്ഷീണത്വ. അത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ, അത് ക്ഷീണിക്കുക എന്ന് പറയുന്നത് എന്താണോ? അന്തര്യാമി എന്നുള്ള ആ ബീജഭാവവും വിട്ടുകഴിഞ്ഞാൽ എന്നർത്ഥം. ഒരുവനവന്റെ മനസ്സ് സാന്നിധ്യം കൊണ്ട് അവൻ ഭാവന ചെയ്ത് ഈ സ്ഥൂല സൂക്ഷ്മങ്ങളെല്ലാം വിട്ട് ആ ബീജഭാവത്തെ അവൻ ഭാവന ചെയ്താൽ, ബീജഭാവം എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല, അന്തര്യാമി അവൻ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് അവസാനിക്കണമല്ലോ. കാരണം നമുക്കനുഭവമുണ്ട്, മനസ്സ് കാരണത്തിൽ നിന്ന് ബീജാവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുന്നു, വീണ്ടും ആ ബീജാവസ്ഥയിലേക്ക് ലയിച്ചു പോകും. അപ്പോൾ പ്രയത്നം കൊണ്ട് നമ്മൾ അതിനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സവിടെ ഇല്ലാതായി തീരണം. ഉറക്കത്തിൽ മനസ്സില്ലാതാകുന്നുണ്ടല്ലോ. അപ്പോൾ ഭാവനയിലൂടെ നമ്മൾ അവിടെ എത്തിച്ചേർന്നാലും മനസ്സവിടെ ഇല്ലാതാകും. ആത്മപ്രകാശം നഷ്ടപ്പെടത്തില്ല, പക്ഷെ മനസ്സ് മനസ്സ് ക്ഷീണിക്കുന്നു. മനസ്സ് ഉണ്ടായിരുന്നാലേ നമുക്കെന്തെങ്കിലും ഭാവന ചെയ്യാൻ പറ്റും. മനസ്സുണ്ടായിരുന്നാലേ നമുക്കെന്തെങ്കിലും അനുഭവം ഉണ്ടാവും. ആ മനസ്സുണ്ടായിരുന്നാലേ നമുക്ക് അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പറ്റും. അനുഭവത്തെ ശബ്ദത്തിലൂടെയോ മറ്റോ വെളിപ്പെടുത്താൻ പറ്റും.
ഇവിടെ എന്തു വരുന്നു? ഈ ഉപാസകന്റെ മനസ്സ് അവിടെ ക്ഷീണിച്ചു പോയി. അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ മനസ്സില്ലാതായി. അതുകൊണ്ടിത് അവ്യവഹാരിക, ഒരു തരത്തിലും അതിനുശേഷമുള്ള കാര്യം വ്യവഹരിക്കാൻ സാധ്യമല്ല. അതിനെക്കുറിച്ചുള്ള വ്യവഹാരം ഇതാണ്. എന്താണ് അവ്യവഹാരിക എന്നുള്ളതാണ്. വ്യവഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു? അതിനെക്കുറിച്ച് ഇത്രേ പറയുന്നത് എന്താണ്? അത് വ്യവഹരിക്കാൻ സാധ്യമല്ല. അതാണ് അതിനെക്കുറിച്ച് പരമാവധിയുള്ള വ്യവഹാരം എന്ന് പറയുന്നത്. അവ്യവഹാര്യം എന്നുള്ളതാണ് അവിടുത്തെ വ്യവഹാരം. പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള പറച്ചിൽ. അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള പരമാവധി അറിവ്. അതൊരു അനുഭൂതിക്കും വിഷയമല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള പരമാവധിയായ അനുഭൂതി. അതിനെ ഇവിടെ അവ്യവഹാര്യ എന്ന് പറയുന്നു. പ്രപഞ്ചോപശമ, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അത് പ്രപഞ്ചോപശമമാണ്. എല്ലാ അനുഭവങ്ങളും എല്ലാ അനുഭൂതികളും എല്ലാ സമാധിയും എന്താണ്? പ്രാപഞ്ചികമാണ്. അതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞു, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അവിധാന അവിധേയ രൂപത്തിലാണ്, വാക് മനോരൂപത്തിലുള്ളതാണ്. നമ്മളെല്ലാ സമാധിയും പരിശീലിച്ച് എന്തുകൊണ്ട്? വാക്കിനെയും മനസ്സിനെയും കൊണ്ടാണ്. വാക്കും മനസ്സും ഉള്ളിടത്തേ സമാധിയുള്ളൂ. വാക്കും മനസ്സും ഇല്ലാതായി കഴിഞ്ഞാലോ ഇവിടെ സമാധിയില്ല, ഒരനുഭവങ്ങളുമില്ല. പ്രപഞ്ചോപശമമാണ്, അത് ശേഷിക്കുന്നതാണ്. ശിവ, അത് ശിവമാണ്. പരമാവധി അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അത് ശിവമാണ്, അദ്വൈതമാണ്. അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അവിടെ ദ്വൈതത്തിന് നിലയില്ല എന്നുള്ളതുകൊണ്ട് അതിന് അദ്വൈതം ആയി. അദ്വൈത സമൃദ്ധ. അപ്പോൾ ധ്യാനിക്കുന്നവൻ അവൻ പ്രപഞ്ചോപശമ രൂപവും ശിവനും അദ്വൈതവും ആയിത്തീർന്നു. അവന്റെ അവസ്ഥ അതാണ്. ഏവം യഥോക്ത വിജ്ഞാനവത പ്രയുക്ത ഓങ്കാര ത്രിമാത്ര ത്രിപാദ ആത്മീവ. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉപാസനയോടുകൂടിയവൻ അവൻ പ്രയോഗിക്കുന്ന ഓങ്കാരം എന്നർത്ഥം. അവൻ പ്രയോഗിക്കുന്ന ഓങ്കാരം എങ്ങനെയുള്ള? ത്രിമാത്രങ്ങളോടും ത്രിപാദങ്ങളോടും കൂടിയത്, മാത്രകളും ആർത്ഥത്തോടും കൂടിയത്. അതെന്താണ്? കേവലമായ ആത്മാവ് തന്നെയാണ്. അവനെ സംബന്ധിച്ചാണ് പറയുന്നത് ഓം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. അല്ലാത്തവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്ന് പറയുന്നത് ശബ്ദമാണ് കേവലം. ഈ പറയുന്ന ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഓം എന്ന് പറഞ്ഞാൽ അവന് ആത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്, കേവലം അത് ശബ്ദമല്ല എന്നർത്ഥം. യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓം എന്ന് പറയുന്നത് ശബ്ദമാണ്, ബ്രഹ്മം നിർഗുണമാണ്. നിർഗുണമായിരിക്കുന്ന ഈ ബ്രഹ്മമാണ് ഓം എന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയുന്നത് ആരാണ്? ഓങ്കാരത്തിലൂടെ, ഓങ്കാര ഉപാസനയിലൂടെ ഈ തത്വത്തെ സാക്ഷാത്കരിച്ചവന് ഓം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ കുറിക്കാനാണ് അവൻ ആ ശബ്ദത്തെ പറയുന്നത്, ആത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്ത് ചെയ്യുന്നു? ആത്മേവ സംവിശതി ആത്മന സ്വയനൈവ സ്വം പാരമാർത്ഥികം ആത്മാനം. അവൻ ആത്മന ആത്മാനം സംവിശതി എന്ന് പറയുന്നു. സ്വയം തന്നിലൂടെ അവൻ ആത്മാവിനെ പ്രാപിക്കുന്നു. ഇവിടെ ആത്മാവിനെ പ്രാപിക്കാൻ യത്നിക്കുന്നവൻ തന്നിൽ നിന്നും അന്യമായ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അതാണ് സേന എന്ന് പറയുന്നത്. ബാഹ്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല അവൻ പാരമാർത്ഥികമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നത്. ആത്മന ആത്മാനം, സ്വയം തന്നെ. സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആരംഭം മുതൽ ഇവിടെ ജീവൻ, ഈ ജീവനായിരിക്കുന്നത് ആ തുര്യൻ തന്നെ. തുര്യൻ തന്നെ ജീവനായിരിക്കുകയാണ്. അപ്പോൾ പ്രാപിക്കാൻ ശ്രമിക്കുന്നവനാര്? ആ തുര്യൻ തന്നെ. അവൻ പ്രാപിക്കേണ്ട എന്തിനാ? ആ തുര്യനെ തന്നെ. അവൻ എന്തുകൊണ്ട് പ്രാപിക്കുന്നു? അവൻ എന്തിനെയൊക്കെ ആശ്രയിച്ചു?
ഇവിടെ പറഞ്ഞു അഭിധാന അവിധേയങ്ങളെ രണ്ടെണ്ണത്തിന്. അങ്ങനെയാണ് ഈ അഭിധാന അവിധേയങ്ങൾ എന്ന് പറയുന്നത് ശബ്ദവും മനസ്സും. അതാണ് ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ശബ്ദവും മനസ്സും. ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ഓങ്കാരം, മനസ്സെന്ന് പറയുന്നത് തന്റെ തന്നെ ഭാവന. ഈ മനസ്സും ശബ്ദവും എന്താണ്? അത് ഈ തുര്യനിൽ നിന്നും വേറിട്ടുള്ളതല്ല. തുര്യന്റെ തന്നെ സ്ഫുരണമാണ് ശബ്ദമായും മനസ്സായും നിൽക്കുന്നത്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തുര്യനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. ശബ്ദവും അർത്ഥവും തുര്യൻ തന്നെ. തുര്യനിലാണ് രണ്ടും നിലനിൽക്കുന്നത്. തുര്യനിലാണ് ശബ്ദവും മനസ്സും നിലനിൽക്കുന്നത്. അപ്പൊ ശബ്ദവും അർത്ഥവും ഒന്നാണ് എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിൽ ഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു. ശബ്ദാർത്ഥങ്ങളെ അഭേദമായി പറയും, ഒരിക്കലും വാച്യാർത്ഥത്തിലല്ല. ശബ്ദാർത്ഥവും അഭേദമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ശബ്ദാർത്ഥവും ഏകത്തിൽ നിൽക്കുന്നുകൊണ്ടാണ് ശബ്ദാർത്ഥങ്ങളെ അഭേദം എന്ന് പറയുന്നത്. അഭിധാന അവിധേയങ്ങൾ ഒന്നെന്ന് പറയുന്നു. നമുക്ക് പല ശബ്ദങ്ങളും പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരേ ഒരു ശബ്ദം എന്താണ്? ഓങ്കാരം. ഇവിടെ സാധകൻ സാധനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ശബ്ദത്തെ പറയുകയാണ്. ഒരേ ഒരു അർത്ഥം എന്താണ്? ചിത്തം, മനസ്സ്. രണ്ടു കാര്യങ്ങളേ ഉള്ളൂ. ഈ രണ്ടും എവിടെ നിൽക്കുന്നു? തുര്യനിൽ നിൽക്കുന്നു. തുര്യനിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ്. ഇതിന്റെ രണ്ടിന്റെയും നിലനിൽപ്പ് ഒരുപോലെയാണ്. തുര്യനിൽ ഇത് അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരോപിതമായി നിലനിൽക്കുന്നു. ഒന്നിൽ ആരോപിതമായി നിൽക്കുന്ന രണ്ടും ഒന്ന് തന്നെയാണ്, അതിൽ നിന്ന് വേറെയല്ല. അപ്പൊ താൻ ഇവിടെ സാധകൻ, അതാ തുര്യൻ തന്നെ സ്വയം സ്ഥാനഭ്രംശമെന്ന് നിൽക്കുന്നവനാണ്. സ്വയം അജ്ഞനെന്നും സംസാരിയെന്നും സ്വയം കരുതി നിൽക്കുന്നവനാണ്. വാസ്തവത്തിലവൻ തുര്യൻ തന്നെ. തന്നാൽ തന്നെ ആ തുര്യൻ തന്നെയായിരിക്കുന്ന അഭിധാന അവിധേയങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഉപാസിച്ച് ഇതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. ആ സാക്ഷാത്കാരത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സ്വം പാരമാർത്ഥികം ആത്മാനം, പാരമാർത്ഥികമായ രൂപത്തെ. പാരമാർത്ഥികമായ രൂപം എന്ന് പറയുമ്പോൾ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ശബ്ദവും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തത്, അല്ലെങ്കിൽ ഇതിനെല്ലാം നിലനിർത്തുന്ന ആ രൂപത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു, അവൻ അതായിത്തീരുന്നു. സംവിശതി ആത്മന ആത്മാനം, അതിൽ പ്രവേശിക്കുന്നു, അതിനെ അറിയുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനിൽ നിലനിന്നിരുന്ന ഈ ഭ്രാന്തികളെല്ലാം മാറി എന്നർത്ഥം. അവൻ കേവലം അതായി തന്നെ തീരുന്നു എന്നർത്ഥം. പരമാർത്ഥദർശി ബ്രഹ്മവിദ് തൃതീയം ബീജഭാവം ദഗ്ധ്വ ആത്മാനം പ്രവിഷ്ടൈതി ന പുനർജായതേ തുര്യസ്യ അബീജത്വാ. ഇവിടെ പറയുന്നു എന്താണ്? വാഗ് മനസ്സുകളെല്ലാം ഇല്ലാതായി അവൻ തുര്യ മാത്രനായി തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവും വാക്കും ഇല്ലാതായ പോരാ. അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിലും അത് സംഭവിക്കണമല്ലോ. അവിടെയും മനസ്സും വാക്കും ഇല്ലാതാവും. ഉറക്കത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ എടുത്ത് കാണിക്കുകയാണ് ഇവിടെ. ഉറക്കത്തിൽ എന്ത് വരുന്നു? വീണ്ടും ഉണരുന്നതിനുള്ള എന്തൊക്കെ അവിടെയുണ്ട്. എന്താണ് നമുക്ക് നിർവചിക്കാൻ വയ്യ. എന്തായാലും വീണ്ടും ഉണർത്തുന്നുണ്ട്. വീണ്ടും ഉണർത്തുന്നതിനുള്ളത് ശേഷിക്കുന്നതുകൊണ്ട് അത് അവസാനമല്ല. എന്തുകൊണ്ടവിടെ ബീജമുണ്ട്. അപ്പോൾ വാക്കും മനസ്സും ഇല്ലാതാകുന്നതല്ല. അതാണ് സാധാരണ സമാധിയിൽ നിന്നും ഇവിടെ പറയുന്ന സമാധിയിൽ നിന്നുള്ള വ്യത്യാസം. ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ചിത്തവൃത്തി നിരോധത്തിലൂടെയും മറ്റും സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞാലും മുക്തനാകത്തില്ലെന്നാണ് അങ്ങനെ പറയുന്നു. എന്തുകൊണ്ട്? അവിടെ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല. മനസ്സ് ഏതൊക്കെ അവസ്ഥകളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ. തന്റെ സ്വരൂപത്തെ അവിടെ തുര്യനായി അറിയുന്നില്ല. മനസ്സ് സമാധിയെ പ്രാപിക്കുന്നതിന് അവിടെ തത്വബോധത്തിന്റെ ആവശ്യമില്ല. പല രീതിയിലും മനസ്സ്
ആ അവസ്ഥയെ പ്രാപിക്കാം. പല അഭ്യാസങ്ങളിലൂടെയും പ്രാപിക്കാം. ഏതുപോലെ സുഷുപ്തി പോലെ. സുഷുപ്തിയും ഒരു തരത്തിൽ സമാധിയാണ്. എന്തുകൊണ്ട്? അവിടെ പ്രപഞ്ച ബോധമില്ല, ബാഹ്യ സ്മരണം അവിടെയില്ല. അല്ല സമാധിയുടെ ഒരു പ്രത്യേകത. അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അവിടെയും ശേഷിക്കുന്നു സംസാര ബീജം. അതുകൊണ്ട് വീണ്ടും അവൻ ഉണർന്നു വരുന്നു, സംസാരിയാകുന്നു. അതുകൊണ്ട് നമുക്ക് കൽപ്പിക്കാം അവിടെയും അവൻ സംസാരി തന്നെയായിരുന്നു, ബീജഭാവത്തിലല്ലേ. അത് വ്യക്തമാക്കാൻ വേണ്ടി പറയാണ് പരമാർത്ഥദർശി ബ്രഹ്മവിത്ത്. പരമാർത്ഥദർശിയായിരിക്കുന്ന ആ ബ്രഹ്മവിത്ത്, ബ്രഹ്മത്തെ ഉപാസനയിലൂടെ സാക്ഷാത്കരിച്ചവൻ, തൃതീയം ബീജഭാവം ദക്വ, ആ തൃതീയ ബീജഭാവത്തെയും വിട്ടിട്ട് അവൻ ഭാവനയിലൂടെ അന്തര്യാമി ഭാവത്തിലെത്തിച്ചേർന്നപ്പോൾ അവൻ സർവജഗത് കാരണനായി സ്ഥിതി ചെയ്യുകയാണ്. പക്ഷെ അതും വിടുന്നു, അതിനെയും വിടുന്നു. അവിടെ പ്രത്യേകിച്ച് യത്നത്തിന്റെ ആവശ്യം, യത്നത്തിന്റെ ആവശ്യം കൂടാതെ തന്നെ അതില്ലാതാകുന്നു എന്നർത്ഥം. കാരണം അഗ്നി പ്രകാശിക്കുന്ന അഗ്നി അത് നശിക്കുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. എന്തിന്റെ സഹായത്താലാണോ അത് പ്രകാശിക്കുന്നത് അതില്ലാതായാൽ മതി. പക്ഷെ ഇന്ധനം ഇല്ലാതായാൽ മതി. അത് തന്നെ ഇവിടെ സംഭവിക്കും. ഈ ഭാവന ചെയ്യുന്നവൻ, സമാധി ശീലിക്കുന്നവൻ എന്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇത് ശീലിക്കുന്നവന്റെ ചിത്തത്തിന്റെ സഹായത്തോടുകൂടിയാണ്. അവിടെ ആ തൃതീയ ഭാവനയിൽ അവന്റെ ചിത്തം തന്നെ ഇല്ലാതായി പോകും. അഗ്നി തന്നെ സ്വയം അഗ്നിയെ നശിപ്പിക്കുന്നത് പോലെ അഗ്നിയുടെ ജ്വലനം തന്നെ അഗ്നിയെ നിലനിർത്തുന്നു. അതേ ജ്വലനം തന്നെ അഗ്നിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. ആ ചിത്തം തന്നെ ആ ഭാവന ഉണ്ടാക്കുന്നു. ആ ഭാവന തന്നെ സ്വയം ആ ചിത്തത്തെ നശിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദഗ്ധ്വ, ബീജഭാവം ദഗ്ധ്വ, അത് ആ ബീജഭാവത്തെ സ്വയം നശിപ്പിച്ചിട്ട് ആത്മാനം പ്രവിഷ്ട, സ്വരൂപസ്ഥിതനാകുന്നു. ഇതിന പുനർജായതേ, അവന് പിന്നീട് ജന്മമില്ല. അവൻ പിന്നീട് സംസാരിയായി ജനന മരണങ്ങളെ പ്രാപിക്കുന്നില്ല. എന്നുവെച്ചാൽ അവൻ ഉറങ്ങുന്നില്ല, ഉണരുന്നില്ല എന്നുള്ള അർത്ഥമല്ല, ജന്മത്തെയാണ് നിഷേധിക്കുന്നത്. അവന്റെ ചിത്തവ്യാപാരങ്ങളെല്ലാം ചിത്തം നശിച്ചാലും വീണ്ടും നിലനിൽക്കാം. അതെന്താണ് തുര്യന്റെ സവിശേഷതയാണ്. തുര്യൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നുമില്ലെങ്കിലും ഇവിടെ ഇതിനെല്ലാം നിലനിർത്തുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടുള്ള തുര്യൻ ഇതിനെല്ലാം നിലനിർത്തുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളൊന്നും തുര്യനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാതെ ഇതിനെല്ലാം നിലനിർത്തുന്നു. അതുപോലെ പരമാർത്ഥം അല്ലാതെ ഇതെല്ലാം നിലനിന്നാൽ തുര്യനെ സംബന്ധിച്ചത് ഇല്ലാത്തതിന് സമമാണ്. സംസാരമില്ല എന്ന് പറഞ്ഞാൽ അതാണ്. പരമാർത്ഥമല്ലാതെ ഇത് തുടരുമ്പോൾ പിന്നെ അതിനെ തുടരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പുനർനജായതേ, അവൻ പിന്നെ ഒരിക്കലും സ്വയം കരുതുന്നില്ല എന്നാൽ താൻ സംസാരിയാണ്. അവനിൽ പ്രപഞ്ചം അനുഭവപ്പെട്ടാലും അവൻ കരുതുന്നില്ല. അവനിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ശാസ്ത്രവും ഉപദേശവും എല്ലാം നിലനിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവൻ സ്വയം ബന്ധനസ്ഥനാണെന്ന് കരുതുന്നില്ല. തുര്യസ്യ അബീജത്വ, അങ്ങനെ അവനൊരു മറയെ സൃഷ്ടിക്കുന്നതിനുള്ള ആ ബീജശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതാണിപ്പോൾ എല്ലാവരിലും ഇരിക്കുന്നത്. താൻ സാധനയ്ക്ക് വേണ്ടിയും സാധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, സാധനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ഈ ബീജമുള്ളത് കൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അത്തരം എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ അവസാനിക്കുന്നു. അതാണ് കൃതകൃത്യത എന്ന് പറയുന്നത്. തനിക്കിനി എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. കേവലം ശരീര മനഃചേഷ്ട മാത്രനായി തുടരുന്നു എന്നർത്ഥം. ശരീര മനസ്സുകളുടെ ചേഷ്ടകൾ, പ്രവൃത്തികൾ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത്രമാത്രം. അവൻ തുരീയ സ്ഥിതൻ തന്നെ. നേരത്തെ പറഞ്ഞു ബ്രഹ്മവിത്ത്, ചിതപ്രജ്ഞൻ എന്നെല്ലാം പല ഭാഷയിൽ അതിനെക്കുറിച്ച് പറയുന്നു. അവന് ജന്മമില്ലാന്നർത്ഥം. നഹി രജ്ജു സർപ്പയോ വിവേകേ രജ്വാം പ്രവിഷ്ട സർപ്പോ
ബുദ്ധി സംസ്കാരാത് പുനഃ പൂർവത് തദ്വിവേകിനാം ഉദ്ധാസ്യതി. സംസാരം വീണ്ടും പ്രകടമാകുന്നില്ല എന്ന് പറഞ്ഞു. ആ ചിത്തം തന്നെ ചിത്തത്തെ നശിപ്പിച്ചു, ഭാവന തന്നെ ഭാവനയെ നശിപ്പിച്ചു, ആ സാധന തന്നെ ആ സാധനയെ നശിപ്പിച്ചു. അതിനിവിടെ ഉദാഹരണം വരുന്നു, രജ്ജുസപ്പയോർ വിവേകി, ഭ്രമം ഉണ്ടാകുന്നു. തിരിച്ചറിവ് തുടർന്നുണ്ടാകുന്ന തിരിച്ചറിവ് എന്താണ്? ഇത് കേവലം ഒരു ഭ്രമം മാത്രമാണ്. രജ്ജുസർപ്പത്തെ ഉദാഹരണമായി പറയുന്നു. ക്ഷണികമായി തോന്നിയ ഒന്നാണ്, അത് യാതൊരു സത്യവുമില്ല എന്നവന് ബോധ്യപ്പെടുന്നു. എവിടെ? ആ സ്ഥലത്ത് എവിടെയാണോ ഭ്രാന്തി ഉണ്ടായത് അവിടെ തന്നെ അത് ബോധ്യപ്പെടുന്നു. ക്ഷണം കൊണ്ടത് സംഭവിക്കുന്നു. അവിടെ രജ്ജുവാം പ്രവിഷ്ട സർപ്പ, എവിടെ നിന്ന് സർപ്പം വന്നു അവിടേക്ക് തന്നെ അത് മറഞ്ഞു എന്ന് പറയാം. കാരണം അത് അങ്ങനെ സങ്കല്പിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ കരുതുന്നു ഇവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. ക്ഷണം കൊണ്ട്, ക്ഷണാർത്ഥം കൊണ്ട് അത് സംഭവിക്കുന്നു. അതേ ക്ഷണാർത്ഥം കൊണ്ട് തന്നെ അത് മറയുകയും ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, എവിടെ നിന്നോ വന്ന് അതവിടേക്ക് മറഞ്ഞു എന്ന് പറയാം. ആ ഒരു ബോധ്യപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാനത്ത് ബുദ്ധി സംസ്കാര, വീണ്ടും ആ പഴയ ഭ്രമത്തിന്റെ സംസ്കാരം കൊണ്ട് പുനഃ പൂർവ്വത്, വീണ്ടും പഴയതുപോലെ തദ്വിവേകിനാം ഉദ്ധ്യാസ്യതി, ആ വിവേകിക്ക് അത് വീണ്ടും പ്രകടമാകുന്നില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്ന. ഇതാണ് നിരന്തരം പ്രതി ക്ഷണം ഈ ജീവൻ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും പോയിട്ട് തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകുന്നു. അവിടെ സർവവും വിലയിക്കുന്നു. ആ ജീവൻ ആ പരമാത്മാവുമായി ഏകീഭവിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ജീവഭാവം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ജീവനൊന്നും താൻ തന്നെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതാ ഞാൻ ഉറങ്ങുന്നു എന്നാരും ഉറക്കത്തെ അറിയാറില്ല. ഞാൻ ഉറങ്ങുന്നു എന്ന് ഉറക്കത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ശേഷിക്കും, അതായത് ജീവഭാവം നിലനിൽക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരുന്നു. സംസാരിയായി പോയി സംസാരിയായി തിരിച്ചു വരുന്നു. ഇതുപോലെ സംഭവിച്ചുകൂടെ എന്നാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ കർണങ്ങളും ഇല്ലാതായി, എല്ലാ ഭാവനകളും നഷ്ടപ്പെട്ട്, താൻ വേറെ തുര്യൻ വേറെ എന്നുള്ള ഭാവനകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കെ വീണ്ടും ഈ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടത് ബന്ധിച്ചുകൂടാ? പറയുന്നു ബന്ധിക്കത്തില്ല. എന്തുകൊണ്ട്? ആ വിവേകിയെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും പ്രകടമാകുന്നില്ല അവിടെ ആ സ്ഥാനത്ത്. കാരണം അവിടുത്തെ വിവേകം ഭ്രാന്തിയെപ്പോലെ തന്നെ ക്ഷണികമാണ്. സ്ഥായിയായ ഒരു വിവേകം അവിടെ സംഭവിക്കുന്നില്ല. സർവഭ്രാന്തികളെയും നിരാകരിക്കുന്ന വിവേകം എന്ന് പറയുന്നത് തുര്യാധിഗമത്തിലേ സാധ്യമാകും. പക്ഷെ ഇവിടെയും താത്കാലികമായ ആ ഭ്രാന്തിയെ ഇല്ലാതാക്കുന്ന ഒരു വിവേകം ഉണ്ടായി. എന്നിട്ടുകൂടി ആ ഒരു ചെറിയ വിവേകത്തിന് പോലും അത്രമാത്രം ശക്തിയാണ്. എന്താണ്? ഉടൻ വീണ്ടും അവിടെ ഭ്രാന്തി ഉണ്ടാകുന്നില്ല. ആ ഭ്രാന്തി എന്നേക്കുമായി നശിച്ചു. ആത്യന്തികമായി ആ വിവേകം നിലനിൽക്കാത്തതുകൊണ്ടും ആത്യന്തികമായി ആ ഭ്രാന്തിയുടെ കാരണങ്ങൾ നശിക്കാത്തതുകൊണ്ടും അതിന് വേണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിൽ ഭ്രാന്തി ഉണ്ടായെന്നിരിക്കാം. വീണ്ടും ആ കാരണങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ സംഭവിക്കാം. പക്ഷെ എവിടെയാണോ ആ വിവേകം ഉണ്ടായത് അവിടെ വീണ്ടും ആ ഭ്രാന്തി തുടരുന്നതായി നമ്മൾ കാണുന്നില്ല. മറിച്ച് അവിടെ നിശ്ചയം വരികയാണ്. വെറും തോന്നലായി. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. വിവേകം വന്നവൻ ആ ഭ്രമത്തെ പൂർണ്ണമായും നിരാകരിക്കണം. വെറും ഒരു തോന്നൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നില്ല. ഗണിക്കത്തക്കതായിട്ടൊന്നും അവിടെ ഇല്ല. എന്തോ ഒരു തോന്നൽ മനസ്സിലൂടെ കടന്നുപോയി. ഇത്രയും അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നു. പൂർണ്ണമായും ആ ഭ്രാന്തിയിൽ നിന്നവൻ മുക്തനാകുന്നു. ഇത് ക്ഷണികമായി സംഭവിക്കുന്ന ഭ്രാന്തിയും ക്ഷണികമായി സംഭവിക്കുന്ന മുക്തിയുമാണ്. അവിടെ നമ്മൾ രണ്ടാമത് ഒരിക്കൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെ കാണാൻ കിട്ടത്തില്ല. എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല. വീണ്ടും അത്തരം ഒരു ഭ്രമത്തിന് അടിമപ്പെടുന്നത് വരെ ഒരിക്കലും വീണ്ടും സർവഭ്രാന്തി നമുക്കുണ്ടാക്കാൻ സാധ്യമല്ല. അതുണ്ടാകത്തുമില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്താണ്? ആ ഭ്രാന്തി
അതിന്റെ കാരണത്തോടുകൂടി എന്നേക്കുമായി നശിക്കുന്നു. പൂർണ്ണമായ വിവേകം കൊണ്ട് നശിക്കുന്നു. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംസാരഭ്രാന്തി, പിന്നെ അവൻ ജീവിക്കുന്നോ, അവന് വ്യവഹാരമുണ്ടോ, അവന് പ്രാരബ്ധമുണ്ടോ, ജനിക്കുന്നോ മരിക്കുന്നോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയേയില്ല. കാരണം അവൻ ആ ചോദ്യങ്ങളുടെ എല്ലാം തലത്തിന് അതീതമായ തലത്തിലാണ് നിൽക്കുന്നത്. അവിടെ ചോദ്യങ്ങൾ കൊണ്ടൊന്നും അവനെ നേരിടാൻ സാധ്യമല്ല. അവന്റെ തലം സർവമുക്തമായ തലമാണ്. അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ല. അതിനെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്കാണോ ഏതുപായത്തിലൂടെ ആയാലും ശരി, അവിവേകം ആർക്കാണോ സംജാതമായത് അവനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തി നശിച്ചിരിക്കുന്നു. അവൻ നിത്യമുക്തനായിരിക്കുന്നു. അവൻ സംസാരാതീതനായി നിലകൊള്ളുന്നു. അതാണ് ഇതിന്റെ പ്രയോജനം എന്നതിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. അത് ഉപാസനയിലൂടെ ആയാലും ശരി, ഇനി ശ്രവണത്തിലൂടെ ജ്ഞാനം പ്രാപിച്ചായാലും ശരി, വ്യത്യാസമൊന്നും. വ്യത്യാസം വരുന്ന എവിടെയാണ്? സാധനയുടെ തലത്തിലാണ്. അതിനടുത്ത് പറയുന്നത് മന്ദമധ്യമധീയാം തു പ്രതിപന്ന സാധകഭാവാന സന്മാർഗഗാമിന സന്യാസിന മാത്രാണാം പാദാനാഞ്ച ക്ലിപ്ത സാമാന്യവിധാം യഥാവത് ഉപാസ്യമാന ഓങ്കാരോ ബ്രഹ്മപ്രതിപത്തയേ ആലംബനീ ഭവതി തഥാ ച വക്ഷ്യതി ആശ്രമ സ്ത്രിവിധ ഹീന ഇത്യാദി. മന്ദമധ്യമ ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? മന്ദമധ്യമ എന്ന് പറയുന്നത് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്നവനാണ് മന്ദൻ എന്ന് പറയുന്നത്. ചെറിയ പ്രയത്നം കൊണ്ട് സാധിക്കുന്നവൻ മധ്യമൻ. അതിനനുസരിച്ചുള്ള എല്ലാ യോഗ്യതകളും അവനിലിരിക്കുന്നു. ഈ പറയുന്ന രണ്ടുപേരും യോഗ്യന്മാരാണ്. ആധ്യാത്മിക സാധകന്മാരെ കുറിച്ചാണ് പറയുന്നത്. മന്ദൻ എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിശൂന്യനെന്നോ മന്ദബുദ്ധിയെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ആധ്യാത്മിക സാധകന്മാരിൽ ഉച്ചശ്രേണിയിലുള്ളവരാണ്. പക്ഷേ ചിലർക്ക് അവിടെ പ്രയത്നം കൂടുതൽ വേണ്ടിയിരിക്കുന്നു. അവിടെ പ്രാരബ്ധ വിശേഷം കൊണ്ടാകാം. ചിലർക്ക് അത്രയും പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടി പറയാണ് പ്രതിപന്ന സാധകഭാവാണ് എന്നത്. ആ സാധകഭാവത്തെ പ്രാപിച്ചവൻ, സാധകനായി തീർന്നവൻ എന്ന് വെച്ചാൽ സാധന ചെയ്യുന്നവൻ, ഇവിടെ പറയുന്ന ഓങ്കാര ഉപാസന ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയണം. അല്ലാതെ അജ്ഞനെ കുറിച്ച് പറയുന്നതല്ല. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉത്തമ മധ്യമ അധമ അധികാരി എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ അധമൻ എന്ന് പറയുന്ന മൂർഖന്മാരെ കുറിച്ചല്ല. അവിടെ എല്ലാം പറയുന്നത് ആധ്യാത്മിക സാധകന്മാരെ കുറിച്ചാണ്. അങ്ങനെയുള്ളവർക്ക് അത് തന്നെ വിശദീകരിക്കുന്നു. അതിന് സംശയം വരാതിരിക്കാൻ വേണ്ടി. എനിക്ക് ഒരാൾ പറയും, ഒരാൾ ചിലപ്പോൾ ഒരു ഒഴിവെന്നുള്ള എനിക്ക് പറയും, എന്താണ്, ഞാൻ അധമനാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അധമൻ എന്ന് പറയുന്ന അവന്റെ മനസ്സിലിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് കൊള്ളരുതാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അത് സന്മാർഗഗാമിന, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ. സന്മാർഗം എന്ന് പറയുന്നത് ഇവിടെ ആധ്യാത്മിക മാർഗം മുഖ്യമായിട്ടതാണ്. സദാചാരത്തിനും സന്നിഷ്ഠയിലും സദനുഷ്ഠാനത്തിലും എല്ലാം കഴിയുന്നവൻ അവനാണ്. ശ്രേഷ്ഠനായവനെയാണ് ഇവിടെ പറയുന്നത് മന്ദമധ്യമന്മാരെന്ന് പറയുന്നത്. ബുദ്ധിശൂന്യൻ എന്നുള്ള അർത്ഥത്തിനല്ല. അത് തന്നെ ഭാഷ്യകാരൻ തന്റെ രീതിയിൽ പറയുന്നു സന്യാസിന, സന്യാസി, ത്യാഗി എന്നർത്ഥം. ഇവിടെ ത്യാഗമില്ലാത്തവന് പറ്റത്തില്ല. സന്യാസി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥത്തിലാണ്. ത്യാഗം കൂടാതെ, കാരണം ഇവിടെ പറയുന്ന ഓങ്കാര ഉപാസന പോലെയുള്ള ഈ സാധനങ്ങൾ ആന്തരികമായി ചെയ്യേണ്ടതാണ്. ആന്തരികമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചിത്തവിക്ഷേപ ബാഹുല്യം ഉണ്ടെങ്കിൽ അത് സാധ്യമാണ്. മനസ്സിന് ഒരുപാട് വിക്ഷേപങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോ മനസ്സിന് വിക്ഷേപം ആണെങ്കിൽ എന്ത് ചെയ്യണം? ത്യാഗബുദ്ധിയുള്ളവനെ കിട്ടും. രാഗദ്വേഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവന് ത്യാഗമില്ല. സങ്കല്പങ്ങളും ഭാവനകളും എല്ലാം ഒരുപാടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ത്യാഗമില്ല. ആ മനസ്സിൽ ത്യാഗം വന്നവനാണ് ഇവിടെ സന്യാസി എന്ന് പറയുന്നത്. ആരല്ല എന്ന് ഞാൻ പറയുന്നില്ല, ആരാണെന്ന് ഇവിടെ പറയുന്നത്. മാനസികമായ ത്യാഗം വന്നവനെന്നർത്ഥം. മാനസികമായ ത്യാഗത്തിന്റെ അടയാളം എന്താണ്? അവിടെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞിരിക്കുക, സങ്കല്പ വികല്പങ്ങൾ കുറഞ്ഞിരിക്കുക. അങ്ങനെയുള്ളവൻ, അവനെ മനസ്സിന് ഏകാഗ്രത പറ്റും,
അവനെ അന്തർമുഖമായി ചിന്തിക്കാൻ പറ്റും. ലോകവ്യവഹാരങ്ങളിൽ തന്നെ മറന്നു മുഴുകിയിരിക്കുന്നവന് ഉപാസന സാധ്യമല്ല എന്നാണ്. ആത്മവിസ്മരണത്തോടുകൂടി ജീവിക്കുന്നവന് ഉപാസന സാധ്യമല്ല. സത്കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കാം, പക്ഷെ ഉപാസന സാധ്യമല്ല. ഉപാസനയ്ക്ക് ചിത്തവിക്ഷേപം കുറഞ്ഞു തന്നെയിരിക്കും. സന്യാസിനാം മാത്രാണാം പാദാനാം ച ക്ലിപ്ത സാമാന്യവിധാം. മാത്രകളുടെയും പാദങ്ങളുടെയും വാസ്തവമായ യഥാർത്ഥമായ നിശ്ചിതമായ ആ സാദൃശ്യത്തെ അറിഞ്ഞിരിക്കുന്നവൻ. ഇവിടെ പറഞ്ഞല്ലോ ഉപാസനയ്ക്ക് എപ്പോഴും തത്വബോധം ആവശ്യം. ആ തത്വങ്ങളെയാണ് ഇവിടെ വിശദീകരിച്ചത്. മാത്രകളെന്നും പാദങ്ങളെന്നും അവയുടെ സാദൃശ്യങ്ങളെന്നും എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടതെന്നും എല്ലാം വിശദീകരിച്ചു. ക്ലിപ്ത സാമാന്യം എന്ന് പറയുന്നു. അതിന്റെ നിശ്ചിതമായ സാമാന്യത്തെ സാദൃശ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് യഥാവത് ഉപാസ്യമാനഃ, ആ തത്വത്തിൽ നിന്നും വ്യതിചലിക്കാതെ ശ്രുതി നിർദ്ദേശിച്ച രീതിയിൽ ഉപാസിക്കുന്നവൻ. ഉപാസനയുടെ അതിൽ പ്രകാരഭേദങ്ങൾ വരാം. ഓരോ വ്യക്തിയും ഗ്രഹിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനുമുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാം. പക്ഷെ ആ തത്വത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. അതാണ് ക്ലിപ്ത സാമാന്യം എന്ന് പറഞ്ഞത്. അങ്ങനെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓങ്കാരോ ബ്രഹ്മപ്രതിപത്തയെ ആലംബനീ ഭവതി. അതിന് ഈ ഓങ്കാരം ബ്രഹ്മപ്രാപ്തിക്ക് തുരീയ അധിഗമനത്തിന് ആലംബനമായി തീരുന്നു, ഒരു ഉപായമായി തീരുന്നു. തഥാച പക്ഷരി കാര്യം ഇനി അടുത്ത കാരികയിൽ തന്നെ പറയും. ആശ്രമ ത്രിവിധഹീന മധ്യമോത്തമാഹ എന്നൊക്കെ അവിടെ പറയും. കാരണം അധികാരികൾ 3 തരത്തിലുണ്ട്. ഹീനന്മാര് ഒരു അധികാരികളാണ്, യോഗ്യന്മാരായ അധികാരികളാണ് അവർ. ഹീനന്മാര്, മധ്യമന്മാര്, ഉത്തമന്മാരിങ്ങനെയുണ്ട്. അതിൽ ഒരിക്കലും ഹീനൻ എന്ന് പറഞ്ഞാൽ മോശക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞ യോഗ്യതയുടെ ഏറ്റക്കുറച്ചിലാണ്. അത് സന്മാർഗികളാണ്, ത്യാഗികളാണ്, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ പറയുന്നത്. അവരിൽ അവരുടെ ചിത്തവിക്ഷേപത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഇവിടെ ഉത്തമ മധ്യമ അധമൻ എന്ന് പറയുന്നത് ഉപാസനയെ സംബന്ധിച്ചിടത്തോളം. ആ ചിത്തവിക്ഷേപം കുറഞ്ഞിരിക്കുന്നവൻ ആണ് ഏറ്റവും ഉത്തമൻ. അവന് ശ്രവണം മതി എന്ന് പറയും. ചിത്തവിക്ഷേപം കുറച്ചുകൂടിയുണ്ട്, അവന് ഉപാസന. ചിത്തവിക്ഷേപം വളരെ കൂടുതലാണ്, അവന് കർമ്മം. ഇങ്ങനെ 3 തരത്തിൽ ഇവിടെ കാരിയിൽ തന്നെ ഇനി പറയും. അതിനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മപ്രാപ്തി തുര്യാധിഗമം എന്ന് പറയുന്നത് ഇവിടെ 2 തരത്തിൽ പറഞ്ഞു. ഒന്ന്, ശ്രവണത്തിലൂടെ അത് സാധ്യമാണ്. ഉത്തമനാണെങ്കിൽ. മധ്യമ അധമനാണെങ്കിലോ അവന് ഉപാസനയെ ആശ്രയിക്കാം, കർമ്മങ്ങളെ ആശ്രയിക്കാം. കർമ്മത്തിനിവിടെ സ്ഥാനമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ ഭാഷ്യം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. 12 മന്ത്രങ്ങളുടെയും ഭാഷ്യം ഇവിടെ അവസാനിപ്പിച്ചു. 7 മന്ത്രം വരെയുള്ള ഭാഷ്യം അത് ശ്രവണത്തിന് പ്രാധാന്യമുള്ളതാണ്. 7 കഴിഞ്ഞുള്ള മന്ത്രങ്ങളെല്ലാം ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ശ്രവണാധികാരികൾക്ക് വേണ്ടിയിട്ട് 7 മന്ത്രങ്ങൾ, ഉപാസനയ്ക്ക് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞു വന്ന മന്ത്രങ്ങൾ. അതിനെല്ലാം ഭാഷ്യകാരനിലൂടെ വ്യക്തമായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇനി വരുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഈ ഭാഷ്യം പോലെയുള്ള ഒരു വിശദീകരണം മാത്രമാണ്. കാരണം ഇതിന്റെ വ്യാഖ്യാനമാണ്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. ഇതിന്റെ തന്നെ വിശദീകരണങ്ങളേ ഉള്ളൂ. ഇത് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലാക്കിയില്ല എന്നാണ്. അമാത്ര ചതുർത്ഥോ അവ്യവഹാര്യ പ്രപഞ്ചോപശമ ശിവോ അദ്വൈത ഓങ്കാര ആത്മൈവ സംവിശതി ആത്മനാ ആത്മാനം ഏവം വേദ
ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.